അപ്പോൾ 30ാമത്തെ മൂലത്തില് ഈ തത്വജ്ഞാനികളും അജ്ഞാനികളെ പോലെ തന്നെ കണ്ടേൻ ഉണ്ടേൻ ചെണ്ടേൻ എന്നൊക്കെ പറയുന്നല്ലോ സോ. അപ്പോൾ അവർക്ക് കൊയ്യാം വിപരീതങ്ങൾ ഇരിക്കുകയല്ലേ, ഈ മിഥ്യായിരിക്കുന്ന വിപരീത ഭാവനകൾ അവരിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ബ്രഹ്മവിചാരം ഇതാണോ, ഇങ്ങനെയാണോ ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഗുരുദേവൻ പറയും. ഈ സംഭവം മനസ്സിലായില്ല, ഓർമ്മ വേണം പഴയത്. കാരണം ജ്ഞാനികളെ പറ്റി പൊതുവെ പറയുന്നത് അവർക്ക് ഈ മനസ്സറ്റ് പോയെന്നാണ്. മനസ്സറ്റ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് മുൻപിൻ തീരുമാനങ്ങളും ഭാവനകളും എല്ലാം പോയി. അപ്പോഴപ്പോഴുള്ളത് അന്ന് കണ്ടതിനെ വാഴ്ത്തുന്ന മാമുനികൾ അപ്പോഴപ്പോഴുള്ളതിന് അത് മാത്രമേ ഉള്ളൂ അവരുടെ മുമ്പിൽ. അവർക്ക് പോയവും വന്നു ഇനി വരാൻ പോകുന്നതിനെ പറ്റി യാതൊരു വിധ വിചാരങ്ങളില്ല. കാരണം മനസ്സില്ലല്ലോ, മനസ്സാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിനെ വെച്ച് കരുതിക്കൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ ജ്ഞാനിയായിരിക്കുന്ന തത്വജ്ഞാനികളും ഇതുപോലെ കണ്ടെന്നും പോയെന്നും ഉണ്ടെന്നും ഒക്കെ പറയുന്നത് എനിക്കൊരു അതിൻ്റെ ഒരു ഔചിത്യം എത്ര എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം പറയാം. മൂലം 31. ഓയിന്ത കനാവിൽ കണ്ട പഴങ്കഥയെ ഓതുവൻ വാദനയാ, ആഴ്തരവുറ്റവൻ അപ്പടിച്ചെപ്പുവൻ ആഭാസനുമാകാൻ, മായ്ந்த തനുടൽ വേമളവും വിണ്ണവൻ മരുടനപ്പെടുവാൻ, വീന്ത ചിതാഭാസം കോമളവും വ്യവകാരം തുടരും. വായിച്ചെന്ന് തോന്നുന്നു അല്ലേ കൃഷ്ണ? പ്രാവശ്യം ഇതല്ലോ ഒന്നുണ്ടോ? ഓയിന്ത കനാവിൽ കണ്ട പഴങ്കഥയെ ഓതുവാൻ വാസനയാൽ, ആയ്ന്തരവുറ്റവൻ അപ്പടിച്ചെപ്പുവൻ ആഭാസനുമാകാൻ, മായ്ந்த തനുടൽ വേമളവും വിണ്ണവൻ മരുടനപ്പെടുവാൻ, വീന്ത ചിതാഭാസം കോമളവും വ്യവഹാരം തുടരും. ഓയിന്ത കനാവിൽ ജാഗ്ര വ്യവഹാരം ഒഴിഞ്ഞ് സ്വപ്നത്തിൽ കണ്ട പഴങ്കഥയെ ഒരുവൻ നാനാ വ്യവഹാരങ്ങളെ കണ്ട് ജാഗ്രതത്തിൽ ഉണർന്നു. സ്വപ്നത്തിൽ താൻ കണ്ട വ്യവഹാരങ്ങളെ വാദനയാൽ പൂർവ്വവാസനയാൽ ഓതുവൻ എങ്ങനെ അവൻ പറയുമോ അങ്ങനെ ആയിന്തറിവുറ്റവൻ ആത്മാനാത്മാക്കളെ വിചാരം ചെയ്ത് അസത്തായിരിക്കുന്ന ദേഹാദികളിൽ ഉണ്ടായിരുന്ന അധ്യാസം ഒഴിഞ്ഞ് സംശയമില്ലാமல் ആത്മാവിനെ അറിഞ്ഞവൻ, പൂർവ്വവാസനയാൽ ചെപ്പുവാൻ കണ്ടേൻ ഉണ്ടേൻ ചെണ്ടേൻ എന്ന് വ്യവഹരിച്ചു നിൽക്കും. ഇപ്രകാരം വ്യവഹരിച്ചാലും ആപാചനുമാകാൻ വ്യവഹാരകർത്താവായ അന്ധകരണ സഹിതനും വ്യവഹാരകരണവും അവനല്ല. വ്യവഹാരം ഏത് കാലത്തും തുടർന്നു നിൽക്കുമെങ്കിൽ മാലിന്ത തനുടൽ വ്യയമളവും ദേവത്വം അടയാൻ വേണ്ടി അഗ്നിപ്രവേശമായി മായ്ந்த തൻ ദേഹം വെന്ത് നീറാകുമളവും ദേഹം ദഹിച്ച് ഭസ്മമാകുന്നത് വരെ വിണ്ണവൻ ദേവനായിരിപ്പവൻ മരുടനപ്പെടുവാൻ, അന്യരാൽ മനുഷ്യരെന്ന് എങ്ങനെ വ്യവഹരിക്കപ്പെടുന്നുവോ അങ്ങനെ വീന്ത ചിതാഭാസം കോമളവും തത്വജ്ഞാനത്തിനാൽ അഹംഭാവം നശിച്ച ചിതാഭാസൻ അത്യന്തം അഭാവമാകും വരെ, അതായത് വിദേഹ കൈവല്യം വരെ നടത്തും. വ്യവഹാരം തുടരും. ഈ വ്യവഹാരം തുടർന്നു നിൽക്കും. അല്പം കൂടെ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. രാജാവായുള്ളവൻ നിദ്രാമോഹത്താൽ സ്വപ്നത്തിൽ ഭിക്ഷയെടുക്കുന്നതായി തന്നെ കണ്ട് അതിൽ നിന്ന് ഉണർന്ന ശേഷം ആ മോഹം നീങ്ങി രാജാവായി ഇരുന്നും കൊണ്ട് മുമ്പേ സ്വപ്നത്തിൽ കണ്ട വാദനയാൽ തന്നെ ഭിക്ഷക്കാരനായി പറഞ്ഞാലും സത്യത്തിൽ താൻ ഭിക്ഷക്കാരൻ എന്നത് അവൻ ഉള്ളിൽ ഇല്ലാത്തതുപോലെ ജ്ഞാനിയും പൂർവ്വവാസനയാൽ ചിതാഭാസനായി തന്നെ വ്യവഹാരത്തിൽ ചൊല്ലി അവന്റെ ഉള്ളിൽ അഹങ്കാര ഗ്രന്ഥി ഇല്ലാത്തതിനാൽ അവ ചിതാഭാസനല്ല. തനിക്ക് ദേവനാകണമെന്ന് തോന്നി അഗ്നിയിൽ ചാടി മരിച്ചവൻ ഉടനെ ദേവനായാലും അവന്റെ ദേഹം നശിക്കുന്നത് വരെ, അതായത് വെന്ത് വെണ്ണീറാകുന്നത് വരെ മനുഷ്യനായി അന്യരാൽ എങ്ങനെ വ്യവഹരിക്കപ്പെടുമോ അങ്ങനെ തത്വജ്ഞാനത്താൽ ജ്ഞാനിയും ഉടനെ ബ്രഹ്മമായാലും പ്രാരബ്ധദേഹം നശിക്കുന്നത് വരെ അന്യരുടെ ദൃഷ്ടിക്ക് ചിതാഭാസനാകെ വ്യവഹരിക്കപ്പെടും. ആ വ്യവഹാരം വിദേഹ കൈവല്യം വരെ തുടർന്നു നിൽക്കുമെന്ന് അർത്ഥം. ഇത്
പ്രാരബ്ധ ശരീരം എരിഞ്ഞു വെണ്ണീറാകുന്നത് വരെ, അതാണ് വിദേഹമുക്തി എന്ന് പറയുന്നത്. അതിനു മുമ്പ് ജീവൻ മുക്തി പദമാണ് ഒരാൾക്ക് ലഭിക്കുന്നത്. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ് കൃഷ്ണ? സത്വഗുണാവിർഭാവം. സത്വഗുണാവിർഭാവം ഇതിനെയാണ് അഖണ്ഡാകാരമായിട്ട് എല്ലാത്തിനെയും, അതായത് അഖണ്ഡാകാരമായി എല്ലാത്തിനെയും കാണും. താൻ തന്നെ അഖണ്ഡാകാരമായി, പിന്നെ തൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം അഖണ്ഡാകാരമാണ്. ഇവിടെ ഏകമാണ്. ഏകം അദ്വിതീയം ബ്രഹ്മ എന്നുള്ള ആ ഒരു ഭാവം ഇതിൽ വരും. അതുവരയ്ക്കും അത് വേറെ ഇത് വേറെ, ഞാൻ വേറെ നീ വേറെ, വലുത് ചെറുത്, ഇങ്ങനെയുള്ള ദ്വന്ദ്വ ബുദ്ധികൾ ഇതിൽ പൊന്തിക്കൊണ്ടിരിക്കും. ദ്വന്ദ്വ ബുദ്ധിയുടെ പൂർണ്ണ നാശത്തെയാണ് ഇവിടെ പറഞ്ഞത് ജീവൻമുക്തി പറഞ്ഞത്. ദ്വന്ദ്വ ബുദ്ധിയില്ല, എല്ലാം ഉണ്ട്. പക്ഷെ അത് സംബന്ധിച്ച് വലുതൊന്നും ചെറുതൊന്നും അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളില്ല. എല്ലാം സങ്കല്പമല്ലേ, എല്ലാം സങ്കല്പമാണ്. സങ്കല്പം തന്നെയാണ് വലുതാക്കി ചെറുതാക്കി ഒക്കെ പ്രദർശിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഒരേ സ്വന്തം തന്നെയാണ് കടുക്കനായിട്ടും മോതിരമായിട്ടും വളയായിട്ടും മാലയായിട്ടും എല്ലാം വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. കടുക്കനും മോതിരം എന്ന് പറയുമ്പോൾ അതിൽ നാമത്തിലും രൂപത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ ആധാരമായിരിക്കുന്ന സ്വർണ്ണത്തിന് ഒരു വ്യത്യാസവും ഇല്ല ഒന്നിനും. ഇതുപോലെയാണ് ഇത് ആത്മസ്വരൂപങ്ങൾ. അതിൽ തോന്നിയിരിക്കുന്നതാണ് ഈ ദേഹാദി പ്രപഞ്ചമല്ല, അതിൽ തോന്നിയിരിക്കുന്നതാണ്. കാരണം എന്താണ്? സിദ്ധി നമുക്കിതെല്ലാം അറിയാം. ദേഹത്തെ പറ്റി എനിക്ക് അറിഞ്ഞിട്ടുണ്ട്, മനസ്സിനെ അറിയുന്നില്ലേ, ഇന്ദ്രിയങ്ങളെ അറിയുന്നില്ലേ. പറയുന്നു എൻ്റെ കണ്ണിന് വഴിയണക്ക് കാഴ്ചയില്ലാന്ന് പറയുന്നത് കേട്ടില്ലേ. അപ്പൊ എല്ലാത്തിനെയും നോക്കിക്കാണുന്ന ഒരു വിവേകത്തോടു കൂടി ഒരു ജീവൻ ഇതിനകത്തുണ്ട്. അവൻ വാസ്തവത്തിൽ പരിശോധിച്ചിട്ടാണ് അവർ പറയുന്നു അത് ആത്മാവ് തന്നെയാണ്. എല്ലാത്തിനെയും അറിയുന്ന ഒരാളില്ലേ കൃഷ്ണ? എല്ലാം അറിഞ്ഞുകൊണ്ടൊരു ഒരു അറിവിലുണ്ട്, അഖണ്ഡ ബോധം. അത് തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ആ 9 ലക്ഷ്യമായി വരുന്ന കൂടസ്ഥനായിട്ട് വരുന്നതില്ലേ, അത് ഈ പറയുന്നതാണ്. അഖണ്ഡാകാരം വൃത്തിയുണ്ടായി ആ കൂടസ്ഥനെ മറിച്ചിരുന്ന ആവരണത്തിന് നീക്കി അങ്ങനെ നിൽക്കും. ആ കൂടസ്ഥന എന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മസ്വരൂപത്തെ നീക്കി മറച്ചിരുന്ന ആവരണത്തിന് നശിപ്പിച്ചു നിൽക്കും. ഇതാണ് ജീവൻ മുക്തന്റെ നില. പക്ഷെ ഇവിടുത്തെ ചോദ്യം ഇതാണ്, അങ്ങനെ ജീവൻ മുക്തി പദത്തിൽ എത്തിയ ഒരാൾ കൂടെ ഞാൻ കണ്ടെന്നും ഞാൻ ഉണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് വ്യവഹരിക്കുമ്പോൾ അവർക്ക് ഈ ജ്ഞാനം ഉണ്ടായെന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് ചോദ്യം. അവർക്ക് ജ്ഞാനം ഉണ്ടാവാത്തവരെ പോലെ തന്നെ ഇപ്പൊ സാധാരണ അജ്ഞാനികൾ പറയുമ്പോൾ അതിനെല്ലാം പറയും. അപ്പോൾ ഒരു സംശയം ഒന്ന് ചോദിച്ചാണ് ആ ചോദ്യം ഉന്നയിച്ചത്. അപ്പൊ സ്വാമി പറയുന്നു, കണ്ടിട്ടില്ലേ രാജാക്ക് ഒരു സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ പിന്നെ വാസനയാൽ പിന്നെ ഇതുപോലെ ഉണർന്നതിന് ശേഷവും ചിലർ പറയുന്നുണ്ടല്ലോ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയില്ല, ഇന്നലെ എനിക്കൊരു നിധി കിട്ടി, അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്കറിയാം, ഉള്ളുകൊണ്ടറിയാം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് നല്ല ദൃഢനിശ്ചയം ഉണ്ടാവും. അങ്ങനെ ഇരുന്നുകൊണ്ട് അവർ ഇതൊക്കെ പറയുന്നില്ലേ, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇതുപോലെ ജ്ഞാനികളും താൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞതിന് ശേഷവും ആ ചിതാഭാസനായിട്ട് വ്യവഹരിക്കും. ചിതാഭാസന്റെ കാര്യമാണ് ഈ ലോകവും. ഈ ത്രിപുടിയുടെ കാര്യമായിട്ടാണ് ഇതെല്ലാം നിൽക്കുന്നത്. ത്രിപുടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കാണുന്നവൻ, കണ്ട അറിവ്, കാഴ്ച. ഈ മൂന്നും കൂടെ നിന്നുകൊണ്ടൊരു വ്യവഹാരം, ഒരു നാടകത്തെ ആണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിന് താൻ കേവല സാക്ഷിയാണ്. ഈ സാക്ഷിയായിട്ടിരിക്കുന്നെങ്കിലും അതിന് വളരാനുള്ള പുണ്യഭാഗം ഇല്ലാത്ത പുണ്യമാണ്. കരുത്തായ പുണ്യശേഷിയുള്ളവർക്ക് ഇത് ഗുരു ചൂണ്ടിക്കാണിക്കും. ഇതാണ് നീ യഥാർത്ഥത്തിൽ നീ ത്രിപുടിയായിട്ട് നിൽക്കുന്ന ചിതാഭാസനല്ല, നീ ഇതിന് സാക്ഷിയായിരിക്കുന്ന അശുദ്ധ നിർമ്മല ബോധമാണ്. അതോടുകൂടി തന്നെ പുണ്യശാലികൾക്ക് അതിലോട്ട് ഒരു പിടി വീഴും, ഇത് നോട്ടം വീഴും, പിന്നെ അതിന് ഇളവില്ല. അതാണ് പുണ്യത്തിന്റെ പ്രഭാവം എന്ന് പറഞ്ഞാൽ ഇതിനെ അനന്ത ജന്മങ്ങളിൽ ചെയ്ത നിഷ്കാമകർമ്മ പുണ്യം ബോധം ഉണ്ടാക്കി തരും, നമുക്ക് ജ്ഞാനം ഉണ്ടാക്കി തരും. ഇങ്ങനെയുള്ള പൂർവജന്മാർജിതം പുണ്യം ബോധരൂപേണ ജായം, പൂർവജന്മാർജിതം പാപം വ്യാധിരൂപേണ ദൃശ്യം. പുണ്യം എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ധനമൊക്കെ ഉള്ള പിന്നെ ആരോഗ്യമൊക്കെ ഉള്ളവരെല്ലാം പുണ്യശാലികൾ തന്നെയാണ്. പക്ഷെ അവർക്ക് ജ്ഞാനം ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്? അവരുടെ പുണ്യം നിഷ്കാമമായിട്ടുള്ളതല്ലേ.
ആർക്കാണോ നിഷ്കാമ്യമായ പുണ്യമുള്ളത് അവർക്ക് ഈ പറയുന്നത് ബോധമായിട്ട് ഇതിനെ കൺവേർട്ടാവും. മറ്റവർക്ക് ഐശ്വര്യമായിട്ട് കൺവേർട്ടാവും. രണ്ട് തരത്തിലാണ് ഇത് തോന്നുന്നത്. ബോധമായിട്ട് കൺവേർട്ടാവുന്നതാണ് വിവേകികള്, അങ്ങനെയുള്ളവരാണ്. മറ്റത് ഐശ്വര്യങ്ങളായിട്ട് കൺവേർട്ടാവും. ഐശ്വര്യമായിട്ട് കൺവേർട്ടാവുന്നത് രാജാവായിട്ടൊക്കെ ജനിക്കാൻ അവർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജ്ഞാനം ഉണ്ടാവില്ല. ജ്ഞാനം ആർക്കാണോ ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളത് അവർ എല്ലാം ആ ഗുരുവിന് അർപ്പണം ചെയ്യണം. അതാണ് നിഷ്കാമ്യമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. ഗുരു അർപ്പണം ചെയ്ത് നിൽക്കുന്ന ഒരു പുരുഷന് ഇതിൻ്റെ ബോധമുണ്ടാവും, ജ്ഞാനമുണ്ടാവും. അപ്പൊ ഇവിടെ പറയുന്നു, ഈ ചിതാഭാസമാകെ വ്യവഹരിക്കുന്നു എന്ന് കരുതി അവര് അങ്ങനെയല്ല. അവർ പൂർവ്വവാസനയല്ല അങ്ങനെ പറയുന്നെങ്കിലും അവർക്ക് നല്ല ദൃഢനിശ്ചയമുണ്ട്. താൻ ആ ബ്രഹ്മമാണെന്നുള്ളത് നിശ്ചയം വിടാതെ തന്നെ അവർ ഈ വ്യവഹാരം ഇത് നടത്തും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ മനസ്സ് കരയുന്നില്ല. അവരുടെ മനസ്സിൽ സന്തോഷവും സുഖവും ഒന്നും ഉണ്ടാവുന്നില്ല, ദുഃഖമൊന്നും ഉണ്ടാവുന്നില്ല. ദുഃഖ സന്തോഷങ്ങളെല്ലാം വാസ്തവത്തിൽ ചിതാഭാസന്റെ ധർമ്മമായിട്ടാണ് ഇതിലിരിക്കുന്നത്. പക്ഷെ അവർ ആരാണ്? ഇതിന് കേവല സാക്ഷിയാണ്. ഈ സുഖദുഃഖ ദ്വന്ദ്ങ്ങൾ എന്നാണ് പറയുന്നത്. ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ദ്വന്ദ്മായി പോയി. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ സുഖമുണ്ട്, വലുതുണ്ടെങ്കിൽ ചെറുതുണ്ട്. ഇങ്ങനെയെല്ലാം ദ്വന്ദ്ങ്ങളാണ്. ഈ ദ്വന്ദ്ങ്ങളും ത്രിപുടികളും, ഇതാണ് ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഇതിൽ വന്നിട്ട് അജ്ഞാനത്തിൽ വിളയാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ദ്വന്ദ്വത്തെയും ത്രിപുടിയെയും എടുത്തു കളഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് ഈ ദ്വന്ദ്വം പറഞ്ഞാൽ വലിപ്പമില്ല, ചെറുപ്പമില്ല. അവർക്ക് സമഭാവന. രണ്ടാമത്തെ ത്രിപുടി, കാണുന്നവൻ കാഴ്ച എന്നുള്ള ആ രൂപത്തിലുള്ള രീതിയല്ല അവർ. പക്ഷെ അതിൽ ആ വ്യവഹാരം നടക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ താൻ എപ്പോഴും അതിന് സാക്ഷിയാണെന്നുള്ള ഉറച്ച നിശ്ചയമുണ്ട്. ഇതാണ് സ്വാമി ഈ പദ്യത്തിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്. രാജാവായുള്ളവൻ നിദ്രാമോഹത്താൽ സ്വപ്നത്തിൽ ഭിക്ഷയെടുക്കുന്നവനായി തന്നെ കണ്ട് അതിൽ നിന്ന് ഉണർന്ന ശേഷം ആ മോഹം നീങ്ങി രാജാവായി ഇരുന്നു കൊണ്ട് തന്നെ മുമ്പേ സ്വപ്നത്തിൽ കണ്ട വാസനയാൽ തന്നെ ഭിക്ഷക്കാരനായി പറഞ്ഞാലും സത്യത്തിൽ താൻ ഭിക്ഷക്കാരൻ എന്നത് അവന് ഉള്ളിൽ ഇല്ലാത്തതുപോലെ ജ്ഞാനിയും പൂർവവാസനയാൽ ചിതാഭാസനായി തന്നെ വ്യവഹാരത്തിൽ ചൊല്ലി അവന്റെ ഉള്ളിൽ അഹങ്കാരഗ്രന്ഥി ഇല്ലാത്തതിനാൽ അവ ചിതാഭാസനല്ല. തനിക്ക് ദേവനാകണമെന്ന് തോന്നി അഗ്നിക്ക് ചാടി മരിച്ചവൻ ഉടനെ ദേവനായാലും അവന്റെ ദേഹം വെന്ത് വെണ്ണീറാകുന്നതുവരെ മനുഷ്യനായി തന്നെ അന്യരാൽ എങ്ങനെ വ്യവഹരിക്കപ്പെടുമോ അങ്ങനെ തത്വജ്ഞാനത്താൽ ജ്ഞാനിയും ഉടനെ ബ്രഹ്മമായാലും പ്രാരബ്ധദേഹം നശിക്കുന്നതുവരെ അന്യരുടെ ദൃഷ്ടിക്ക് ചിതാഭാസനാകെ വ്യവഹരിക്കപ്പെടും. ആ വ്യവഹാരം വിദേഹ കൈവല്യം വരെ നിലനിൽക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ശരീരം പോകുന്നത് വരെ. ഇവിടെ ഉപയോഗിച്ച പദം ഇതാണ്: വീണ്ട ചിതാഭാസം കോമളവും വ്യവഹാരം തുടരും. ഇതാണ് ആ വാക്ക് ഓർമ്മിച്ചോ. ഈ ചിതാഭാസം വെന്തുപോയി. വീന്തു വെച്ചാൽ വെന്തുപോയി, എരിഞ്ഞുപോയി. അതാണ് ആ ഗ്രന്ഥിയാണ് പറഞ്ഞത്. ആ ഹൃദയ ഗ്രന്ഥിയാണ് പറഞ്ഞത്. ചിതാഭാസം ഗ്രന്ഥി എരിഞ്ഞുപോയി. എങ്ങനെ എരിഞ്ഞുപോയി? ജ്ഞാനാഗ്നിയിൽ വസുവായി പോയി. പക്ഷെ എന്നാലും വീണ്ടും ചിതാഭാസം കോമളവും. ഇതിങ്ങനെ ഈ ശരീരം, ഈ പ്രാരബ്ധ ദേഹം പൂർണ്ണമായി ഇല്ലാതാകുന്നത് വരെ ഈ വ്യവഹാരം ഇതിൽ തുടരും എന്ന് പറഞ്ഞാണ് ഈ പദ്യം അവസാനിപ്പിച്ചത്. മുപ്പത്തിരണ്ടാമത്തെ പദ്യം. ആനാൽ അയ്യ ഗുരുവെ കാൺപത് അസത്യം എന്താലും നാനാ വിവകാരം തുയതരമോ ജ്ഞാനസുഖം തരുമോ പോനാലോ നന്റാ നിട്ടൈ പൊരുന്തിടൽ വേണ്ടാവോ നാനാ നെട്ടി പുരിന്താൽ ചെയ്കൈ തവിർന്നവനെപ്പടിയോ. ஆனால் ജ്ഞാനി വ്യവഹാരം വിദേഹ കൈവല്യം വരെ തുടരുമെങ്കിൽ അയ്യാ ഗുരുവേ, അല്ലയോ ഗുരുവേ, കാൺപത് അസത്യം എന്നാലും ദൃശ്യം അസത്യമാണെങ്കിലും നാനാ വിവകാരം തുയലരവോ, ദൃശ്യത്തെ പറ്റി നാനാ വ്യവഹാരങ്ങൾ ദുഃഖം തരുന്നവയല്ലയോ. അത് ജ്ഞാനസുഖം തരുമോ? പരിപൂർണ പരമാനന്ദ പരമശീതളമായ ബ്രഹ്മാനന്ദത്തെ തരുമോ? അതുകൊണ്ട് പോനാലോ
നന്റാം. അപ്രകാരമുള്ള വ്യവഹാരം നീങ്ങിയാലല്ലയോ ആ ആനന്ദം ഉണ്ടാകുകയുള്ളൂ. അതിന് നെട്ടിപ്പൊരിന്തൽ വേണ്ടാവോ? അതിന് നിർവികൽപ്പ സമാധി ചെയ്യേണ്ടതല്ലയോ? താനാം നെട്ടിപ്പൊരിന്താൽ തന്മയമാകുന്ന സമാധി ചെയ്യുകയാണെങ്കിൽ അവൻ ചെയ്തവൻ എപ്പടിയോ ആ കൃതകൃത്യനാകും വിധം എങ്ങനെയാണെന്ന് ഞാൻ അറിയേണ്ടത് പറഞ്ഞു തരിക. അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ അറിയേണ്ടത്? ഈ സംശയമൊക്കെ നമുക്ക് വരും ഈ ഭാവത്തിലേക്ക് വരുമ്പോഴേ. ഇതൊരു ഒരു ജ്ഞാന നിലയിലേക്ക് വന്ന ഒരാളിന്റെ ചില കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. നമുക്കിപ്പോ കേൾക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ പറയുന്നു, എന്താണ് ഇവിടെ ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത്? ഹൃദയഗ്രന്ഥിയുടെ നാശത്തെയാണ്, അല്ലെങ്കിൽ ഈ അഹങ്കാരത്തിന്റെ നാശം, അല്ലെങ്കിൽ ഈ അഭിമാനത്തിന്റെ നാശം, ഇങ്ങനെയൊക്കെ പലതും പറയാം. മനസ്സറ്റ്, എനിക്ക് ഒരു സ്റ്റെപ്പ് പറയാം. മനസ്സറ്റ നില, മനസ്സിന്റെ സ്വരൂപം എന്താണ്? സങ്കല്പം, മനഃ. സങ്കല്പത്തിന്റെ ഇല്ലായ്മയാണ്. മനസ്സിലായത്? ഇപ്പൊ കയറില് ആ മന്ദാന്തകാരത്തില് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് ആദ്യം ഉണ്ടായത്. അപ്പോഴ് ആ മന്ദാന്തകാരം കൊണ്ട് കയറിനെ കയറായിട്ട് കാണാൻ പറ്റാതെ വന്നപ്പോൾ ഒരു സങ്കല്പമാണ് അവിടെ ഉണ്ടായത്. ആ സങ്കല്പമാണ് പാമ്പെന്നും ജലധാരയെന്നും പള്ളമെന്നും ഭൂമിയുടെ വിള്ളലെന്നും ഒക്കെ വടിയെന്നും ഒക്കെ വ്യവഹരിച്ചത്, അല്ലേ കൃഷ്ണ? യഥാർത്ഥത്തിൽ ആ സങ്കല്പത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു? സാമാന്യമായി കയറ് തന്നെയായിരുന്നു. അത് സാമാന്യമേ ഉള്ളൂ. സാമാന്യമായിട്ട് കയറ് തന്നെയാണ്, എന്തോ അതില്. അപ്പൊ സാമാന്യമായിട്ടുള്ള ആ കയറിനെ അത് വ്യക്തമാക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ് അത് എന്തായി മാറിയത്? അത് വടിയായിട്ടും പള്ളമായിട്ടും പൂമാലയായിട്ടും ഒക്കെ മാറിയത്. പൂമാലയൊക്കെ ഇതിൽ അവരുടെ സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പം എന്താണ് ചെയ്തത്? ആ പരമാർത്ഥത്തെ മറച്ചുള്ളത്. പരമാർത്ഥത്തെ മറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സങ്കല്പമാണ് വന്നത്. ആ സങ്കല്പത്തെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അതിൻ്റെ പരമാർത്ഥത്തെ ആവരണം ചെയ്യപ്പെട്ടു പോയി, അത് മറഞ്ഞുപോയി. ഇതുപോലെയാണ് ഈ ലോകം. വാസ്തവത്തിൽ എന്താണ് ഈ ലോകം? ഇത് പറയുന്നു, ഇത് ബ്രഹ്മസ്വരൂപമാണ്. പക്ഷെ ഇത് മറഞ്ഞുപോയി. എന്തുകൊണ്ട്? അത് വ്യക്തമാവാതെ വന്നപ്പോൾ അതിലൊരു അധ്യാസം ഉണ്ടായെന്നാണ് ശാസ്ത്രം ഇതിനെപ്പറ്റി പറയുന്നത്, അല്ലേ? അത് വ്യക്തമാവാതെ വന്നപ്പോൾ അതിൽ ഒരു അധ്യാസം ഉണ്ടായി, അതിലൊരു കൽപ്പനയുണ്ടായി. കൽപ്പന എന്ന് പറയാം, അധ്യാസത്തിന് കൽപ്പന എന്ന് പേര്. ഈ കൽപ്പന മനസ്സിൻ്റെതാണ്. ഇപ്പൊ ജ്ഞാനി എന്ന് പറഞ്ഞാൽ മനസ്സിട്ട് കഴിഞ്ഞാൽ ഈ എന്ത് പോയി സുരേഷ്? കൽപ്പനയില്ല. അതുകൊണ്ട് ഉള്ളതുള്ളതുപോലെ അറിയും. ഉള്ളതുള്ളതുപോലെ അറിയുന്ന ആരാണ്? ഒരു ജ്ഞാനിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മോഹമില്ല, അത് കിട്ടണമെന്ന് ആഗ്രഹമില്ല, അത് സംബന്ധിച്ച് ഒരു തരം വ്യവഹാരങ്ങളും അവർക്കില്ല. പക്ഷെ അങ്ങനെയല്ല, അതിലെ സങ്കല്പം ചെയ്തിട്ട് കൊള്ളാമെന്നൊരു സങ്കല്പം, പിന്നെ അതിൽ വേറൊരു സങ്കല്പം, കൊള്ളാമെന്നൊരു സങ്കല്പം, പിന്നെ അത് കിട്ടണമെന്നുള്ളൊരു സങ്കല്പം. ഇങ്ങനെ 1000 സങ്കല്പങ്ങളാണ് ഒരു വിഷയത്തെ കുറിച്ച് ഒരാൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. നിമിഷം പ്രതി ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് വ്യവഹാരം. ഇതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. മനസ്സ് അടങ്ങുന്നില്ല, മനസ്സ് നിൽക്കുന്നില്ല. എവിടെയെങ്കിലും മനസ്സ് നിന്നാൽ, സ്വാമിയുടെ ഭാഷ ഇതാണ്, എവിടെ മനസ്സ് നിൽക്കുന്നു അവിടെ പരമാനന്ദം പൊട്ടിപ്പുറപ്പെടുന്നു. എന്നാൽ സ്വാമിയുടെ ഒരു പരിഭാഷയുണ്ട്. ഇത് മനസ്സ് അടങ്ങിയാൽ യഥാർത്ഥം വെളിവാകാൻ പോവുകയാണ്. യഥാർത്ഥം വെളിവാകാൻ സമ്മതിക്കാതെ നിർത്തിയിരിക്കുന്ന ഘടകേതാണ് ഈ സങ്കല്പങ്ങളാണ്, മനസ്സിന്റെ സങ്കല്പങ്ങളാണ്. ഇത് രാമായണത്തിലൊക്കെ പറഞ്ഞു, സങ്കല്പ ത്യാഗം തന്നെ മോക്ഷമെന്നറിയാൻ നീ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എല്ലാ മഹത്വങ്ങളും ഈ ഒരു ഭാഗം നല്ലപോലെ വെച്ചിരിക്കുക. മതാന്തകാരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? അജ്ഞാനം. തന്നെ ഉള്ളതുപോലെ അറിയാനായിട്ട് ശ്രമിക്കുന്നില്ല. ഒരു കണം ചുമ്മാതിരിക്കലാമെன்று നിனைத்தாൽ പാഴുവന്തു പോരാടുതേ കടവുളേ. ഒരു വലിയൊരു സിദ്ധൻ പാടിയത്. ഇതിന്റെ അതേ പാടിയാണ്. കന്തുകം അതകരിയ വശമായി നടത്തല, കരടിവൻ പുലിയ വായയും കെട്ടല, ഒരു സിംഗം മുതുവേൽ കൊള്ളല, തേവരെ ഏവൽ കൊള്ളല,
കച്ചവിയെടുത്ത് അമ്മാനമാടലാണ്, 5 ലോകവും വേദിച്ചു വെച്ചുണ്ടലാണ്, മനമടക്കി ചുമ്മാതിരിക്കുന്ന തിറമരുത്. അർത്ഥമല്ല മനസ്സിലായോ? തമിഴായതുകൊണ്ട്. കന്തുക മതകരിയെ വശമായി നടത്തല. മതകരി എന്ന് വെച്ചാൽ ആന. ഒരു മതിച്ചു വരുന്ന ഒരു ആനയെ വേണമെങ്കിലും അതിനെ വശമായിട്ട് നടത്താം, അതിന് നേരെ നിർത്താൻ ഒരാൾക്ക് സാധിക്കും. കരടി വൻപുലിയെ വായയും കെട്ടലാവും. ഇവരെയൊന്നും അടുക്കാൻ പോലും സാധ്യമല്ല. ഇങ്ങനെയുള്ള കരടിയെ പുലിയെയൊക്കെ അവര് വേണമെങ്കിൽ വാ കെട്ടിക്കളാവും. ഒരു സിംഹം മുതുകും മേൽക്കൊള്ളല. ഒരു സിംഹത്തിനടുത്ത് മുതുകിൽ വേണമെങ്കിൽ വെച്ചുകൊണ്ട് നടക്കാം. ദേവരെ ഏവൽ കൊള്ളല. ദേവന്മാരെ അനുഗ്രഹിച്ച് ദേവന്മാരായിട്ട് നിൽക്കാം. അനുഗ്രഹിച്ച് നിൽക്കുന്നവർ കണ്ടിട്ടില്ല ദേവരൊക്കെ? അവർ അനുഗ്രഹിച്ച് നിൽക്കുകയാണ്. അത് കാളിയാണ് അനുഗ്രഹിച്ച് നിൽക്കുന്നത്. കച്ചവിയെടുത്ത് അമ്മാനമാടല. ഇതിന്റെ ഈ ലോകങ്ങളെല്ലാം ഈ 17-14 ലോകങ്ങളില്ലേ, അതിനെയൊക്കെ എടുത്ത് അമ്മാനമാടല. ഇങ്ങനെ കൈവച്ചിങ്ങനെ ആട്ടാം. പിന്നെ എന്നിട്ട് പറഞ്ഞു 5 ലോകവും വേദിച്ച് വെക്കുന്നില്ല. ഈ സ്വർണം ചെമ്പൊക്കെ ഉണ്ട്, ഇതിനെല്ലാം എടുത്ത് വേണമെങ്കിൽ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാക്കി മാറ്റാം. ഇങ്ങനെ പലതും ചെയ്യാൻ ഒരാൾക്ക് സാധിക്കും. പക്ഷേ പറയുന്നു, മനമടക്കി ചുമ്മാതിരിക്കിന്റെ തിറമരുത്. മനസ്സടക്കി ഒരു നിമിഷം ഇരിക്കാനായിട്ട് പറ്റൂല. പിന്നെ സ്വാമികളാണ് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെന്നറിയാം പാടി വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രയ്ക്കും പ്രയാസമാണ് മനസ്സടക്കാൻ. എന്നുവെച്ചാൽ ഈ സങ്കല്പത്തെ ഉപശമിപ്പിക്കാനുള്ള പ്രയാസത്തെ പറയണം. മനസ്സെന്നുള്ള സങ്കല്പത്തെയാണ്. സങ്കല്പം നമ്മൾ പറഞ്ഞു, ഇതൊക്കെ മനസ്സിൽ പതിയട്ടെ. ഇതാണ് ഇതിന്റെ കാര്യം. ഈ സങ്കല്പത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ജ്ഞാനം കൊണ്ട് മാത്രമേ പറ്റൂ. അതെന്തുകൊണ്ട്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്തായി? കയറായിട്ട് കണ്ട, കയറിനെ കയറായിട്ട് തന്നെ കണ്ടു. ഇപ്പൊ എങ്ങനെയാണ് കാണുന്നത്? കയറിനെ പാമ്പായിട്ട് കാണുകയാണ്. അതാണ് അഭ്യാസം, അതാണ് സങ്കല്പം. ഈ സങ്കല്പം ഇതിൽ നിന്ന് പിൻവലിച്ചാൽ കയറുള്ളതുപോലെ കയറുള്ളത്. മഹത്തിനെ സംബന്ധിച്ച് ഇത് ബ്രഹ്മമാണ്. ഈ ബ്രഹ്മസ്വരൂപമായിട്ടാണ് ഇരിക്കുന്നത്. ഈ പ്രപഞ്ചം ബ്രഹ്മ. പക്ഷെ ഇതില് നമ്മൾ കാണുന്നത് എന്താണ്? നമ്മളുടെ സങ്കല്പമാണ്. അതാണ് ലോകം. അതാണ് ഈ ലോകമായിട്ടിരിക്കുന്നത്. അതാണ് ജഗത്തായിട്ടിരിക്കുന്നത്. ഇത് ഉണ്ടാവുന്നു, കുറച്ചാള് നിലനിൽക്കുന്നു, നശിക്കുന്നു. ഈ രൂപത്തിൽ ഒരു മായാ പ്രപഞ്ചമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു. വാസ്തവത്തിൽ ഇത് സത്യത്തിൽ സ്വരൂപം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം, അങ്ങനെ ഒരു സ്വരൂപം, ഇങ്ങനെ ഒരു സ്വരൂപം അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ താൻ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം തന്നിൽ നിന്ന് പറഞ്ഞില്ലേ, തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് തോന്നുന്നു സർവ്വതും. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും. അവിടെ മോഹമേത്, ക്രോധമേത്, ഭയമേത്, ഇങ്ങനെ പോകും. കാരണം വാസ്തവത്തിൽ താൻ തന്നെയാണ് എല്ലാമായിട്ട്. ഇതാണ് വിശ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുത്തു. ആർക്ക്? അർജുനർക്ക് കാണിച്ചു കൊടുത്തു. എല്ലാമായിട്ടും ഭഗവാൻ വിളങ്ങുന്നതായിട്ട്. എത്രയോ കൈ, എത്രയോ കാല്, എത്രയോ ശരീരങ്ങൾ ഒക്കെ ഏറ്റവും തോന്നുന്നു. എന്താണ് വാസ്തവത്തിൽ എല്ലാമായിരിക്കുന്നത്? ഈ ഞാനാണ് അർജുന എന്ന് പറയുകയാണ്. അല്ലാതെ അത് വേറെ, ഞാൻ വേറെ, നീ വേറെ എന്നുള്ള രൂപത്തിലല്ല. ഈ ജ്ഞാനം തന്നെയാണ് എല്ലാമായിട്ടിരിക്കുന്നത്. അത് വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു, കാണിച്ചു കൊടുത്തു. ഇങ്ങനെ കാണിച്ചിട്ടും അർജുനന് പിടികിട്ടി. എവിടെ പിടികിട്ടാൻ? കാരണം വാസന ഇരിക്കുന്നു, പൂർവ്വവാസന. ആ വാസന കൊണ്ട് സങ്കല്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ അർജുനന് സങ്കല്പത്തെ കാണാൻ പറ്റുന്നത്, യാഥാർത്ഥ്യത്തെ കാണാനായിട്ട് സാമർഥ്യം വന്നിട്ടില്ല. എന്തെല്ലാം പഴിച്ചിട്ട് അവസാനമാണ്. അത് ഒടുവില് ഭഗവാൻ നോക്കി ഇവനെ ഒരു രക്ഷയില്ല. അവസാനം ഇവനെ ഉപേക്ഷിച്ചു. അർജുനനെ ഉപേക്ഷിച്ചു. ഞാൻ പോവുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, ഇവരെയൊക്കെ കൊണ്ട് നീ അവിടെ കൊണ്ട് ആക്കാൻ പറഞ്ഞു, പെണ്ണുങ്ങളാക്കി. അപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു. താൻ വലിയ വില്ലാളി വീരനായെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴാണ് കുറച്ച് ഊക്കിലി ചട്ടമ്പിമാര് വന്ന് പെണ്ണുങ്ങളെ കുറിച്ചുകൊണ്ട് പോയി. ഒരു ബാധ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് തോന്നിയത് ഈ ഗാന്ധിയവും ഭയങ്കര ഭാരമുള്ള ഈ ഗാന്ധിയവും പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഇതുകൊണ്ട് ഒരു ഉപയോഗം നമ്മൾ വലിച്ചെറിഞ്ഞു എന്ന് പറയും. ഇതാണ് അഹങ്കാരം. ഇതാണ് അഹങ്കാരത്തെ ത്യാഗം ചെയ്തത്.
ഞാൻ എന്നുള്ള ഭാവം, ആ സങ്കല്പം, അതിനെ ത്യാഗം ചെയ്യും. അതോടുകൂടി മോക്ഷം മുക്തിയടഞ്ഞു എന്ന് വേണം കരുതാൻ. ഇങ്ങനെയാണ് ഓരോ സന്ദർഭങ്ങളെ നമ്മൾ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതും ചിന്തിച്ചു കഴിഞ്ഞാൽ ജ്ഞാനത്തിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യമാണെന്ന് കാണാം. എല്ലാം ജ്ഞാനത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, 31ാമത്തെ പദ്യത്തില് ഉള്ള അർത്ഥം നമ്മൾ പറഞ്ഞു. ചിതാഭാസം എതുവരെ നിൽക്കും? ചിതാഭാസം ഈ ഞാനെന്നുള്ള ഈ അഹങ്കാരി എവിടം വരെ നിൽക്കും? ഈ വിദേഹമുക്തി വരെ ഇത് ഉണ്ടാവും. പക്ഷെ ഉണ്ടായാലും അതെങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തന്നത്. സാധാരണ ഒരാളിനുള്ള പോലെയല്ല ജ്ഞാനിയുടെ ആ ചിതാഭാസം, ഇതിന്റെ അഹങ്കാരം. ജ്ഞാനിക്ക് അത് വാസനയായിട്ട് അതിൽ നടക്കുന്നതായിട്ട് സാക്ഷിയായിട്ട് ഇരിക്കാനാണ് ജ്ഞാനിയായവൻ അറിയാവുന്നത്. ഇതെല്ലാം ഇതിൽ നടന്നു പോകും. താൻ എപ്പോഴും സാക്ഷി രൂപമായിട്ട് ഇതിലിരിക്കും. നിർവികാരാത്മാവാണ് സാക്ഷി. ഒരു നിർവികാര ആത്മ ഇതിൽ ഇരിക്കുക, അതാണ് സത്യനാമം. അതിലെ ഈ പറയുന്ന കണക്ക് വ്യവഹാരത്തിന് വേണ്ടി ചിതാഭാസം ഇതിൽ വന്നിരിക്കുക. പ്രതിബിംബ ജീവൻ എന്ന് പറയും, അഹങ്കാരി എന്ന് പറയും, ഇങ്ങനെ പല പേരുകളിൽ. ഗോപുരം താങ്ങി എന്ന് പറയും. ഇങ്ങനെ പല പേരുകളിൽ ഈ ആൾ അറിയപ്പെടുകയാണ്. ഗോപുരം താങ്ങിയെ പറ്റി കേട്ടിട്ടുണ്ടോ ശ്രീനി? വലിയ വലിയ കെട്ടിടങ്ങളുടെ അടിയിൽ ഉള്ള തൂണുകളിൽ ഈ ചില ബൊമ്മകളെ വരച്ചു വയ്ക്കും. അതിന്റെ മുതുവിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ വിചാരം ഈ ഗോപുരം താങ്ങിയിരിക്കുന്നത് ഈ ബൊമ്മയാണെന്നാണ് മനസ്സിലായി. ഇതുപോലെ ഇതിനാണ് അഹങ്കാരി എന്ന് പറയുന്നത്. ഇതിന്റെ നാശം തന്നെയാണ് ഈ പറയുന്ന ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവരിങ്ങനെ ചിതാഭാസനായിട്ട് വ്യവഹരിക്കുന്ന പോലെ നമുക്ക് തോന്നുകയാണ്, വാസ്തവത്തിൽ അവര് അങ്ങനെയല്ല. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ദേവനാകാൻ വേണ്ടി അഗ്നിപ്രവേശനം ചെയ്ത ആൾ അഗ്നിയിൽ ചാടിയ ഉടനെ തന്നെ ദേവനാവുകയാണ്. കാരണം ആ പ്രാണനങ്ങ് പോയി കഴിഞ്ഞാൽ ദേവനായി. പക്ഷേ ആ ശരീരം വെണ്ണീറാകുന്നത് വരെ അവൻ മനുഷ്യനെന്ന് തന്നെ കാണുന്നവർക്ക് തോന്നും. ഇതുപോലെ തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ അവന്റെ ഈ പറഞ്ഞ 3 കർമ്മങ്ങളും നശിച്ചു പോയി. സഞ്ചിത ആഗാമിക പ്രാരബ്ധ കർമ്മം, ഇതാണ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരമായിട്ട് ഇരുന്നത്. ഈ പൂർണ്ണമായിട്ട് ഈ കർമ്മത്തിന്റെ നാശം അവന് സംഭവിക്കുകയാണ്. സംഭവിച്ചാലും കാണുന്നവർക്ക് ഇങ്ങനെ അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലാണ്. സ്വാമി ഇതിന്റെ ഈ ഭാഗം വേറൊരു വിധത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതായത് രഥം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഇതിനകത്ത് ആരോ എയ്ത ആ ബാണത്തില് ആ രഥം ഭസ്മമായി. എന്നാലും അത് കുറച്ചുകൂടെ ഉരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? അപ്പൊ കുറച്ചുകൂടെ ചിന്നൻ പറയാതെ ആ പ്രാരബ്ധം തീരുന്നത് വരെ അത് എരിഞ്ഞു പോയാലും അത് ഉരുളുക. നമുക്ക് അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇത് തമ്മിൽ എരിഞ്ഞു പോയില്ലേ, ഭസ്മമായില്ലേ, പിന്നെ എങ്ങനെ രഥത്തിന്റെ ഇത് വീണ്ടും കറങ്ങി എങ്ങോട്ട് പോകും? ഇതുപോലെയാണ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഈ കർമ്മങ്ങൾ എരിഞ്ഞു പോയി എന്നാണ്. കർമ്മങ്ങൾ എരിഞ്ഞു പോയതിനു ശേഷം ഇത് എങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമെന്ന് ചോദിച്ചാൽ ഈ രഥമാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. അതിന്റെ വീല് അതിന്റെ ഇതെല്ലാം എരിഞ്ഞ് ഭസ്മമായതിനു ശേഷവും ഇത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നിൽക്കും എന്ന് പറയും. ഇതാണ് ഈ പ്രാരബ്ധ ശരീരമാണ് ഈ രഥം. അത് എരിഞ്ഞ് ഭസ്മമായവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. പൂർണ്ണമായി എരിഞ്ഞു പോയി. ഏത് കർമ്മമാണ് പറയുന്നത്? പ്രാരബ്ധ കർമ്മമാണ് ശരീരം, സ്ഥൂല ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ആഗാമിക കർമ്മത്തെ പറഞ്ഞു, മറ്റു സഞ്ചിത കർമ്മം. അപ്പൊ ജ്ഞാനം കൊണ്ട് സഞ്ചിത കർമ്മം എരിഞ്ഞു പോയാൽ അതിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ഈ പ്രാരബ്ധ കർമ്മവും അതിൻ്റെ തന്നെ ഭാഗമായിരിക്കുന്ന ഈ ആഗാമി കർമ്മവും ഇല്ലാതായി. രണ്ടും കാരണമായിരുന്ന ഏതാണ്? കാരണമായിരുന്ന നാരായ വേര് പോയാൽ വൃക്ഷം പിന്നെ നിൽക്കൂ. വൃക്ഷത്തിന്റെ കാരണം ഏതാണ്? നാരായ വേര്. നാരായ വേരാണ് അജ്ഞാനമായിട്ട് അവിടെ ഇല്ല. അതിന് ഇല്ലാതായിപ്പോ എന്ത് പറ്റും? വൃക്ഷം അപ്പോഴേ പട്ടുപോകും. എന്നാലും ആ പച്ചിപ്പും എന്തോ ഒന്നും സംഭവിക്കാത്തൊരു നിലയും ഒക്കെ അതിൽ തോന്നുന്നതാണ്, വാസ്തവത്തിൽപ്പെട്ടു. ഇതുപോലെയാണ് ഈ ഭാഗം വർണ്ണിച്ചിരിക്കുകയാണ് പല രൂപത്തിലും. അതുകൊണ്ട് തെറ്റിദ്ധരിക്കണം. ഒരു ജ്ഞാനി ചിലപ്പോൾ ഉണ്ടെന്നോ പോയെന്നോ വന്നെന്നോ ഒക്കെ നമ്മൾ കാണാനിടയാവും. അങ്ങനെയൊക്കെ ഇതാവും. എന്നാലും അവരെ സംബന്ധിച്ച്
അവരെ സംബന്ധിച്ച് യാഥാർത്ഥ്യമല്ല. ഞാനീ ഉണ്ണുമ്പോൾ ഉണ്ണുന്നില്ല, ഞാനീ നടക്കുമ്പോൾ നടക്കുന്നില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് എന്താണ് അവരതിൻ്റെ പരമാർത്ഥത്തെ അറിഞ്ഞില്ല. എങ്കിലും ആ വാസനാജന്യമായ ഈ സംസ്കാരം ഈ ശരീരാദികളെ പ്രവർത്തിപ്പിക്കും. സ്വാമി വേറൊരു കാര്യം പറയും. ഈ തലയും കോഴി കൊല്ലം കണ്ടിട്ടില്ലേ? ഈ തല അറുത്തങ്ങോട്ട് രണ്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ കോഴിയുടെ കബന്ധം എന്തോന്ന് വെച്ചാൽ തലയില്ലാത്ത ശരീരം, ഇത് പിടയ്ക്കുന്നതാണ്. ഇത് പിടയ്ക്കുന്നതിന് തലയുണ്ട്. തല ഉണ്ടെങ്കിലല്ലേ പിടയ്ക്കൂ. അല്ലേ? ശരിക്കും പറഞ്ഞാൽ വേർപെട്ടു പോയി. തലയായിട്ട് വിച്ഛേദിച്ചപ്പം അതിന് പോയി. എന്നാലും ആ ശരീരം പിടയ്ക്കും. എന്തുകൊണ്ട് പിടയ്ക്കും? അത് അറിഞ്ഞിട്ടാണോ? അല്ല, ഇതതിൻ്റെ ഒരു ധർമ്മമാണ്. അതിന് ആ തലയ്ക്ക് എന്തെങ്കിലും അറിയാം? ഇങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. പോലെയാണ്. അതുപോലെയുള്ള ഈ കാര്യങ്ങളെയാണ് കണ്ടുകൊണ്ട് ശിഷ്യൻ ചോദിക്കുന്നത്, സ്വാമി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വ്യവഹരിക്കുകയാണെങ്കിൽ അയാൾ എങ്ങനെയാണ് ജ്ഞാനം അടഞ്ഞു എന്ന് പറയുന്നത്? അതൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ സ്വാമി പറഞ്ഞു കൊടുക്കുന്ന വ്യത്യസ്തമായ ഒരു ഭാഷയാണ്. സ്വാമി പറഞ്ഞു, ജ്ഞാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ആത്മസ്വരൂപത്തെ തിരിച്ചറിഞ്ഞത്. വേറൊരു ബുദ്ധി പറഞ്ഞാൽ ഇതിൽ തോന്നിയിരിക്കുന്ന 3 ശരീരങ്ങളും ഞാനല്ലെന്നറിഞ്ഞത്. ഈ സ്ഥൂലമോ സൂക്ഷ്മമോ കാരണമായ 3 ശരീരവും ഞാനല്ലെന്നറിഞ്ഞ് ഞാൻ ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ നിർമ്മല ബോധമാണ്, ആ സ്വരൂപമാണ് എന്നതെന്ന് വ്യക്തമായി അറിഞ്ഞ് അനുഭവിച്ചിരിക്കുന്ന ആളിനെയാണ് ഞാനിത്. അപ്പൊ അവനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ആ അറിവ് ഇരിക്കുന്നത് കൊണ്ടും അനുഭവത്തിലിരിക്കുന്നതുകൊണ്ടും ഇതൊന്നും അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. പക്ഷെ ആ പ്രാരബ്ധം തീരുന്നത് വരെ എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നത് കുറച്ചു കാലം അങ്ങനെ ഉണ്ടാവും. ഉണ്ടായാലും നമ്മുടെ ഈ ജ്ഞാനികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അവരൊക്കെ പിന്നെയും ചിലപ്പം കെട്ടിടങ്ങൾ കെട്ടുന്നു, കിണർ കുഴിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തിരുമാൻ സ്വാമികൾക്ക് ചിലരിൽ നിന്നൊക്കെ പൈസ ഒക്കെ വാങ്ങി കെട്ടിടമൊക്കെ കെട്ടാനായിട്ടൊക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ജ്ഞാനം ഫലിച്ചു എന്നങ്ങനെ പറയാമെന്നൊക്കെ ചോദിച്ചാൽ അതിന് മറുപടിയായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള എല്ലാം നടന്നുകൊണ്ടിരിക്കും. ഞാനിക്കത് യാതൊരു സംബന്ധവുമില്ല. ഇത് മനസ്സിലായിക്കോളും. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയാണ് 31 പദ്യം തീർത്തത്. 32 ആനാലയ്യ ഗുരുവെ കാൺപത് അസത്യമെന്റാലും നാനാ വിവകാരം തുയലരവോ ജ്ഞാനസുഖം തരുമോ പോനാലോ നിന്റായി നിട്ടை പൊരുന്തിടൽ വേണ്ടാവോ താനാ നിട്ടை പൊരുന്താൽ ചെയ്കി തവരുന്തവനെപ്പടിയോ. നമ്മൾ വായിച്ചു. ദൃശ്യം അസത്യമാണെങ്കിലും നാനാവിവകാരം തുയലരവോ എന്ന് വെച്ചാൽ ദൃശ്യത്തെ പറ്റി വരുന്ന വ്യവഹാരങ്ങൾ ദുഃഖം തരുന്നവയല്ലയോ എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴും ദൃശ്യത്തെ പറ്റി വരുന്ന വ്യവഹാരങ്ങൾ ദുഃഖത്തെ കൊടുക്കുന്നവയാണ്. കാര്യം എന്താണ്? ദൃശ്യം അനന്ത ജഡദുഃഖരൂപമാണ്. അതിനെ പറ്റി വരുന്ന ചിന്തയ്ക്കും ഈ ദുഃഖം ആണ് ഫലം. ലോകത്തിൽ ഈ വിഷയത്തെ പറ്റി ചിന്തിച്ച് ആനന്ദിക്കുന്ന രൂപത്തിലാണ് അജ്ഞാനികളെല്ലാം ഇരിക്കുന്നത്. വിഷയസുഖം എന്നാണ് പറയുന്നത്. വിഷയസുഖം. ഈ വിഷയങ്ങളിലാണ് അവർ സുഖത്തെ കൊടുത്തിരിക്കുന്നത്, അല്ലേ? പക്ഷെ ഈ വാസ്തവത്തിൽ വേദം പറയുന്നു വിഷയങ്ങൾ ദുഃഖത്തെയാണ് കൊടുക്കുന്നത്, സുഖത്തെയല്ല. ദുഃഖമാണ്. എല്ലാ വിഷയങ്ങളും ദുഃഖമാണ്. കാരണം അനന്ത ജഡദുഃഖ രൂപമായിട്ടാണ് ഇതിനെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് വാസ്തവം. അതുകൊണ്ടാണ് വിഷയത്യാഗം ചെയ്യാൻ പറഞ്ഞത്. ഇതിന് സുഖമില്ല. പിന്നെ സുഖം എവിടെ ഇരിക്കുന്നു? നിന്നിലിരിക്കുന്നു, ആത്മാവിലിരിക്കുന്നു സുഖം. അതിനെ തേടണമെങ്കിൽ ഈ വിഷയ സുഖത്തെ പരിത്യജിക്കണം. അതാണ് ആ രൂപത്തിൽ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് പരിപൂർണ പരമാനന്ദ പരമശീതളമായ ബ്രഹ്മാനന്ദത്തെ തരുമോ? ഈ പറയുന്ന വിഷയങ്ങൾ തരില്ല. അതുകൊണ്ട് അത് നീങ്ങിയാലല്ലയോ ആനന്ദം ഉണ്ടാകുകയുള്ളൂ. അതിന് നല്ലപോലെ നിട്ടൈ പൊരുത്തിടൽ വേണ്ടാവോ? അതിന് നിർവികൽപ്പ സമാധി എപ്പോഴും പഴകേണ്ടത് ആവശ്യമില്ലയോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുകയും തവിന്തവർ എപ്പടിയോ? അങ്ങനെ അല്ലാത്തവരെങ്ങനെയാണ് കൃതകൃത്യരെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്? ഇതൊക്കെയാണ് 32 പദ്യത്തിലെ ചോദ്യങ്ങൾ. സ്വാമി അതിന് ഉത്തരമായിട്ട് പറയുകയാണ്. 33
തെരുതരു മകനെ ആരംഭത്തോട് തീരും വ്യവഹാരം. ഉரிய ധ്യാനവും വിവകാരങ്ങളും ഉള്ളത്തൊഴിലല്ലോ. തുര്യ പരമ്പൊരുൾ ആനവർ വേറൊരു തൊഴിൽ ചെയ്വതുമുണ്ടോ. അരിയ യമാദികൾ പഴകുവൻ അവൻ ആരൂഢനുമല്ലേ. തെരുതരു മകനെ ആരംഭത്തോട് തീരും വ്യവഹാരം. ഉரிய ധ്യാനവും വിവകാരങ്ങളും ഉള്ളത്തൊഴിലല്ലോ. തുര്യ പരമ്പൊരുൾ ആനവൻ വേറൊരു തൊഴിൽ ചെയ്യുകയുമുണ്ടോ. അരിയ ചമാദികൾ പഴകുവനെ അവൻ ആരൂഢനുമല്ലേ. തെരുതരു മകനെ, തന്റെ ഉണ്മയെ അറിഞ്ഞിരിക്കുന്ന അല്ലയോ ശിഷ്യ, തന്റെ ഉണ്മയെ അറിഞ്ഞിരിക്കുന്നത് തന്റെ ആത്മസ്വരൂപത്തെ, താൻ ആത്മസ്വരൂപമായിട്ട് തെളിഞ്ഞ അല്ലയോ ശിഷ്യ, ആരംഭത്തോട് തീരും. പ്രാരബ്ധ കർമ്മത്തോട് വ്യവഹാരം ഒഴിഞ്ഞു പോകും. പുതിയ ധ്യാനവും വിവകാരങ്ങളും ആരൂഢരായവർ ചെയ്യുന്ന ബ്രഹ്മാനന്ദ അടയുന്നതിന് യോഗ്യമായ സമാധിയും ബാഹ്യ വ്യവഹാരങ്ങളും ഉള്ളത്തൊഴിലല്ലോ. അന്ധകരണ മാത്രത്തിന്റെ വ്യവഹാരമല്ലയോ. അതുകൊണ്ട് തുര്യ പരമ്പൊരുളാനവർ, തുര്യമായ പരമ്പൊരുളെ താനായ ആരൂഢന്മാർ വേറൊരു തൊഴിൽ ചെയ്വതുമുണ്ടോ. വേറെ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യത്തക്കതായി ഉണ്ടോ. ഇല്ല. അരിയ ചമാദികൾ പഴകുവനെ, അന്യർക്ക് അടയുന്നതിന് യോജിച്ച സമാധികളെ കർത്തവ്യ ബുദ്ധിയോടുകൂടി ചെയ്യുന്നുവെങ്കിൽ അവൻ ആരൂഢനുമല്ല. അവൻ കൃതകൃത്യത്വം ഉള്ള ആരൂഢനുമല്ല. വിയുക്തായ സംസ്കാരത്തിന്റെ ഒഴിവും നിരോധ സംസ്കാരത്തിന്റെ പ്രകടത്വഭാവവുമായ അന്ധകരണത്തിന്റെ ഏകാഗ്രതാരൂപ പരിണാമം സമാധി എന്ന് പറയുന്നു. സമാധിയെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. വിയുക്തായ സംസ്കാരത്തിന്റെ ഒഴിവും നിരോധ സംസ്കാരത്തിന്റെ പ്രകടത്വമായ അന്ധകരണത്തിന്റെ ഏകാഗ്രരൂപമായ പരിണാമം സമാധി എന്ന് പറയുന്നു. ആ സമാധിയും സവികൽപ്പ സമാധി എന്നും നിർവികൽപ്പ സമാധി എന്നും രണ്ടു വിധം. ജ്ഞാതാജ്ഞാന ജ്ഞേയരൂപ ത്രിപുടി തോന്നലോടുകൂടി അദ്വിതീയ ബ്രഹ്മത്തിൽ അന്ധകരണ വൃത്തിയുടെ സ്ഥിതി സവികൽപ്പ സമാധി എന്ന് പറയുന്നു. അതും ശബ്ദാനുവിദ്ധം ശബ്ദാനനുവിദ്ധം എന്ന് രണ്ടു പ്രകാരമുണ്ട്. അവയിൽ അഹം ബ്രഹ്മം എന്ന ശബ്ദത്തോടുകൂടി ഇരിക്കുന്നത് ശബ്ദാനുവിദ്ധമെന്നും ശബ്ദരഹിതത്തെ ശബ്ദാനനുവിദ്ധമെന്നും പറയും. ത്രിപുടിത്തോന്നൽ കൂടാതെ അഖണ്ഡ ബ്രഹ്മാകാരമായ അന്ധകരണ വൃത്തിയുടെ സ്ഥിതിയെ നിർവികൽപ്പ സമാധി എന്ന് പറയും. സവികൽപ്പ സമാധി നിർവികൽപ്പ സമാധിക്ക് ഭേദമുണ്ട്. അവയിൽ സവികൽപ്പ സമാധി സാധനം, നിർവികൽപ്പ സമാധി ഫലം. നിർവികൽപ്പ സമാധിയും അദ്വൈത ഭാവനാരൂപമെന്നും അദ്വൈത അവസ്ഥാനരൂപമെന്നും രണ്ടു വിധമുണ്ട്. അദ്വൈത ബ്രഹ്മാകാരമായ അന്ധകരണത്തിന്റെ അജ്ഞാത വൃത്തിയോടുകൂടി അത് അദ്വൈത ഭാവനാരൂപ നിർവികൽപ്പ സമാധി എന്ന് പറയും. ആ സമാധിയുടെ അഭ്യാസബലത്താൽ ബ്രഹ്മാകാര വൃത്തിയും ശാന്തമായാൽ വൃത്തിരഹിതമായ ആ സമാധി അദ്വൈത അവസ്ഥാന രൂപ നിർവികൽപ്പ സമാധിയായ മുഖ്യഫലമാകുന്നു. അദ്വൈത ഭാവനാരൂപ നിർവികൽപ്പ സമാധി അതിന് സാധനമാകുന്നു. ഈ അഭിപ്രായത്താൽ ഈ ആചാര്യനും സമാധികൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ആരൂഢജ്ഞാനിക്ക് മനന നിധിധ്യാസനങ്ങൾ കർത്തവ്യമല്ല. ജീവൻ മുക്തിയുടെ ആനന്ദ നിമിത്തം മനന നിധിധ്യാസനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കും. അതും തന്റെ ഇച്ഛയാൽ പ്രവർത്തിക്കും. ഞാൻ വേദത്തിന്റെ ആജ്ഞയെ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് ജനനമരണ രൂപ സംസ്കാരം ഉണ്ടാകുമെന്നുള്ള ബുദ്ധിയോടുകൂടി ക്രിയ ചെയ്യുന്നതാണെങ്കിൽ അത് കർത്തവ്യമെന്ന് പറയും. ഞാൻ ഈ ആത്മാവിനെ അസംഗമായി അറിഞ്ഞിരിക്കുന്നു എങ്കിലും ദേഹത്തിന്റെ ഭോജനാദി വ്യവഹാരങ്ങളെയും ജനക മഹാരാജാവിനെ പോലെ അധിക രാജ്യ പരിപാലന വ്യവഹാരങ്ങളെയും ചെയ്യാം. ആ വ്യവഹാരത്തിന് ജ്ഞാനം വിരോധിയല്ല. വ്യവഹാരവും ജ്ഞാനത്തിന് വിരോധിയല്ല. എന്തെന്നാൽ ആ ആത്മാവിൽ വ്യവഹാരം തോന്നുമെങ്കിൽ വ്യവഹാരത്തിന് വിരോധി ജ്ഞാനം ആവുന്നു. അതുപോലെ ജ്ഞാനത്തിന് വിരോധി വ്യവഹാരവും. അങ്ങനെ തോന്നാതെ സമ്പൂർണ്ണ വ്യവഹാരങ്ങളും ദേഹാദികളെ ആശ്രയിച്ചിരിക്കുന്നു എന്നും ആത്മാവിൽ വ്യവഹാരത്തോടു കൂടിയ ദേഹാദികളുടെ സംബന്ധമില്ല എന്നും തോന്നുന്നു.
ഈ കാരണത്താൽ ജ്ഞാനിക്ക് പ്രവൃത്തിയും നിവൃത്തി എന്നേ പറയപ്പെടുന്നു. അതിനാൽ ഉரிய ജ്ഞാനവും ഉரிய ധ്യാനവും വ്യവഹാരങ്ങളും ഉള്ളത്തൊഴിലോ തുര്യ പരമ്പൊരുളാനവർ വേറൊരു തൊഴിൽ ചെയ്യുന്നതുമുണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു. പല പിടി കിട്ടിയോ? കിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഇതാണ്, അതുകൊണ്ട് അവർ സമാധി ചെയ്യേണ്ടതല്ലയോ എന്നാണ്. ഇങ്ങനെ സമാധി പഴകാതെ ഇരിക്കുന്നത് കൊണ്ട് അവരെങ്ങനെയാണ് അവർ ആ പൂർണ്ണമുക്തരെന്ന് പറയുമെന്നൊക്കെയുള്ള ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇവർ പറയുന്നു, ദരിദ്ര മകനെ ആരംഭത്തോട് തീരും വ്യവഹാരം. ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യവഹാരം ഇല്ലെന്നല്ല, വ്യവഹാരമുണ്ട്, പക്ഷേ കണത്തിപ്പോ മനത്തിപ്പറ്റ. അതാണ് അവരുടെ ഭാഷ. അവർ വരും, വന്നാൽ തന്നെ അപ്പോഴും തന്നെ അത് ഇല്ലാതാവും. വ്യവഹാരം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് വരും, പെട്ടെന്നൊരു കാര്യം ടപ്പെന്ന് തന്നെ അവർക്ക് ഒരു ഇതുണ്ടായി അപ്പോഴും തന്നെ തീരുകയും ചെയ്യും. അവർ ഒന്നും സൂക്ഷിക്കില്ല. ആരംഭത്തോടുള്ള തീരും വ്യവഹാരം. തുടങ്ങുമ്പോൾ തന്നെ ഇല്ലാതായി പോകും. വ്യവഹാരം തുടങ്ങിയ ഉടനെ തന്നെ ഇല്ലാതായി പോകും അവരെ സംബന്ധിച്ച്. തുര്യ ധ്യാനവും വ്യവഹാരങ്ങളും ഉള്ളത്തൊഴിലുണ്ട്. ഇതെല്ലാം നല്ല മാനസികമല്ലേ? തുര്യ ധ്യാനവും എന്ന് പറയുന്നത് ഒരു എന്തൊരു തൊഴിൽ? ഉള്ളത്തൊഴിൽ. മാനസികമല്ലേ? നീ ധ്യാനിക്കുന്ന മാനസികമല്ലേ? അതുപോലെ തന്നെ വ്യവഹരിക്കുന്നവർ മാനസികം തന്നെ. ഇതെല്ലാം മനസ്സിന്റെ തന്നെ കാര്യങ്ങളല്ലേ? അതാണ് ആദ്യം ചോദിക്കുക. അതുപോലെ തുര്യ പൊരുളാനവർ വേറൊരു തൊഴിൽ ചെയ്തതുമുണ്ടോ? തുര്യ പരമ്പൊരുളായിരിക്കുന്നവരെ സംബന്ധിച്ച് വേറൊരു ജോലി ചെയ്യത്തക്കതായിട്ടുണ്ടോ? ഒന്നുമില്ല. ഒന്നും തന്നെ ചെയ്യത്തക്കതായിട്ട് അവർക്കില്ല. അവരുടെ വേറൊരു പേരാണ് കൃതകൃത്യർ. എല്ലാം ചെയ്ത് മുടിഞ്ഞവർ, എല്ലാം ചെയ്ത് അവസാനിപ്പിച്ചെന്നുള്ള നിലയാണ് അവരെ സംബന്ധിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടില്ല. ഇനി അരിയ സമാധികൾ പഴകുകയാണെങ്കിൽ അവർ ആരൂഢരുമല്ല. അങ്ങനെ അവർ സമാധികൾ പഴകുകയാണെങ്കിൽ വിചാരിച്ചോണം അവർ ആരൂഢരല്ല. അവർ ഈ പറഞ്ഞ അവരൊക്കെ ഞാനും അവരിൽ വന്നിട്ടില്ല എന്നാണ്. ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി. ശരിക്കും ആരൂഢരെന്ന് പറയുന്നു, ആരൂഢരെന്നോ അർദ്ധാരൂഢരെന്നോ രണ്ട് വിഭാഗരുണ്ട്. അർദ്ധാരൂഢരാണ് പൂർണ്ണമായും വന്നില്ല, എങ്കിലും അവർക്ക് ഏതാണ്ടൊക്കെ അത് ആ നിലയിലേക്ക് അവർക്ക് ധാരണയുണ്ട്. പക്ഷെ അർദ്ധാരൂഢരാണ്. ഈ ആരൂഢരെ സംബന്ധിച്ച് ഇങ്ങനെ ഒന്നിൻ്റെ ആവശ്യവും ഇല്ല. ഇനി അങ്ങനെ അഥവാ അവർ ചെയ്യുന്നത് നമ്മൾ കാണുന്നെങ്കിൽ വിചാരിച്ചോളാം അതല്ല അവരല്ല ചെയ്യുന്നത്. ആ കരണങ്ങൾ അതിൽ അവരുടെ ധർമ്മമായിട്ട് ചെയ്യുന്നതാണ്. അവരതിന് സാക്ഷിയായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എന്താണ്? അവർ തെളിഞ്ഞു പോയി. താൻ ആത്മസ്വരൂപം വന്ന് തെളിഞ്ഞു പോയി. ഇനി ഒരിക്കലും അവർക്ക് ആ ഭാവത്തിൽ നിന്ന് മാറ്റം വരില്ല. അത് ഭാവമല്ല, അത് റിയൽ നേച്ചറാണ്. താൻ ആത്മാവാണെന്നുള്ള അപരോക്ഷ അനുഭവം അവർക്ക് വന്നു. അങ്ങനെയാണ് പുത്രസ്വാമിയെയും നമ്മുടെ ഗുരുദേവനൊക്കെ അങ്ങനെ വന്നങ്ങ് ഉറച്ചവരാണ്. പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റമൊന്നുമില്ല. പിന്നെ അവരൊന്നും മാറ്റാൻ പറ്റില്ല. എന്നാലും ഒരു ബീഡി വാങ്ങിച്ച് വലിക്കാതിരിക്കുമോ, ഒരു ചായ വാങ്ങിച്ച് കുടിക്കാതിരിക്കുമോ അവർക്ക്? പക്ഷെ അതൊക്കെ അവരാണ് ചെയ്യുന്നത്. അത് ആ പ്രാരംഭ ശരീരത്തിന്റെ ഭാഗമായിട്ട് അതിൽ നടക്കുന്നതാണ്. അവർ ഒരു പൊടി പോലും തത്രത്വം അവർക്ക് അതിലില്ല. അവര് ആഗ്രഹിച്ചല്ല ഒന്നും നടക്കുന്നത്. അതിന് ഈശ്വരൻ നടത്തിക്കൊണ്ട് പോണ കാര്യങ്ങൾ ഒരുപാടുണ്ട്. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പ്രാരബ്ധ ശരീരം ഈശ്വരൻ്റെതാണ്. ഇത് എത്ര കാലം ഇരിക്കണമെന്ന് നിശ്ചയിച്ചിരിക്കുന്നതും ഈശ്വരൻ തന്നെയാണ്. അത് അത്രയും കാലം ഇരുത്തേണ്ടതും ആരുടെ ജോലിയാണ്? നമ്മുടെ അല്ല. ഒരു ജീവൻ അത് ജോലിയല്ല എന്നാണ് പറയുന്നത്. അത് ഈശ്വരന്റെ കർത്തവ്യമാണ്. എന്തിനാണ് ഇത് കൊടുത്തു വിട്ടിരിക്കുന്നത്? പറഞ്ഞു പ്രാരബ്ധം എന്ന് വെച്ചാൽ ഏത് അമ്പ് പോലെ എന്നാണ് പറയുന്നത്. ഏത് അമ്പ്, ഒരു ബാണം വില്ലിന്ന് തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന ആ ശക്തി അവസാനിക്കുമ്പോൾ ആ ബാണം നിലം പതിക്കുന്നതാണ്. അല്ല, ഇതുപോലെയാണ് ഈ ശരീരം. ഈ പ്രാരബ്ധം ഏത് വിട്ടിരിക്കുന്നു? ഈശ്വരൻ ഏത് വിട്ടിരിക്കുക? അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മുടെ എല്ലാം ഈ ശരീരം ഒരു ബാണം പോലെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക.
ഇതിനെ പിടിച്ചു നിർത്താനൊന്നും ആർക്കും സാധിക്കില്ല. അത് ഭഗവാൻ ഏത് വിട്ട് കഴിഞ്ഞു, കയ്യിൽ നിന്ന് വിട്ടാ പാടണമെന്നാണ് പറഞ്ഞത്. വിട്ടുപോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. അതുകൊണ്ട് അത് ഈശ്വരൻ വിട്ടുകൊടുക്കുക. അതാണ് ഈശ്വരനെ വിട്ടുകൊടുക്കാൻ പറഞ്ഞതിൻ്റെ രഹസ്യം വേറൊന്നാണ്. ഇതെല്ലാം ഈശ്വരന്റെ തന്നെയാണ്. ഈ തിരിച്ചറിവ് ഇത് സംബന്ധിച്ച് വരുന്ന വ്യവഹാരത്തെ ഇല്ലാതാക്കും. ചിന്മയ സ്വാമി ഒരു വാടക വീടിനെ പറ്റി പറഞ്ഞു. വാടക വീട്, നമ്മൾ സ്വന്തമായി വിൽക്കുന്ന വീടും ഒരു വാടക വീടും നമ്മൾ താമസിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് സുഖം ഏതാണ്? എല്ലാവരും പറയും സ്വന്തമായ വീടല്ല, വാടക വീടാണ്. കാരണം അതിന് നമുക്ക് ഒരു കർത്തവ്യമില്ല. അതിന് വർഷാവർഷമുള്ള കരമടയ്ക്കണ്ട, അത് ഓരോന്ന് പൊട്ടപ്പൊടി ചെയ്യണമെങ്കിൽ അതിനകത്ത് റിപ്പയർ ചെയ്യണ്ട, പെയിന്റ് അടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ ചുമ്മാ അവിടെ ജീവിച്ചാൽ മതി. ബാക്കിയെല്ലാം ആരുടെ കർത്തവ്യം? ആ വാടകയ്ക്ക് തന്ന ആളുടെ കർത്തവ്യമാണ്. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ഒരു വാടകക്കാരായിട്ട് വന്നിരിക്കുക. അതാണ് സ്വാമി പറയുന്നത്. ആ നിലയ്ക്ക് ഇതിനെ കണ്ടാൽ ഇതൊന്നും ആയിട്ടും തനിക്കൊരു വ്യവഹാരത്തിന് അവകാശമില്ല. കൂളായിട്ട് ഇതെല്ലാം ധാരാളം വാടകയ്ക്ക് തന്ന് അയാൾ ചെയ്തോളൂ. നമ്മുടെ മുതലാളി പെയിന്റ് അടിച്ചോളൂ. കിണറ്റിലിരിക്കുന്ന ആ പമ്പ് നിന്നുപോയി, നമുക്ക് എന്തോ ഒരു കുഴപ്പമില്ല. പറയുന്നത് നിങ്ങൾ അത് വർക്ക് ചെയ്യുന്നില്ല, അയാൾ ഉടനെ തന്നെ ആരെയും കൊണ്ടുവന്ന് അത് റിപ്പയർ ചെയ്തുകൊണ്ട് പോകും. എല്ലാം ശരിയല്ലേ? നമുക്കെന്ത് കർത്തവ്യം ഇരിക്കുന്നുണ്ട്? ഒന്നുമില്ല. ഇതൊരു വാടക വീടായിട്ട് ആർക്ക് കാണാൻ സാധിക്കുന്നു? അവർക്കും ഈ ജ്ഞാനത്തിലേക്ക് വരാൻ പറ്റും. മറ്റൊരു എൻ്റെ ഞാൻ അതിൽ എവിടെ തൊട്ടാലും അതിൽ ചെന്ന് ചെറുക്കം ഒരു ചെവരിൻ്റെ ഒരു പേനോട്ട് വരച്ച് തീർന്നു. അപ്പോൾ തന്നെ എല്ലാം ക്ലോസ് ആവും. ഒന്നിനും ഒരു വിഷമവും ഇല്ലാതെ യഥേഷ്ടമായിട്ട് എല്ലാം നടന്നു പോകും. ഇതുപോലെ അപ്പം ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ഈ ഭാവങ്ങളില്ല, എൻ്റെത് നിൻ്റെത് എന്നുള്ള ആ ഭാവങ്ങളെല്ലാം അറ്റ് കേവലം അന്യമില്ലാത്ത ഞാൻ മാത്രമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ പ്രാരബ്ധ ശരീരം കാണിക്കുന്ന ചേഷ്ടകളൊക്കെ അതിലുണ്ട്. അതിലൊന്നും ഞാൻ ഭാഗവാക്കല്ല എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ജ്ഞാനം അടഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കും. സമാധിയെ പറ്റി നല്ല രീതിക്ക് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് സ്വാമി. അതായത് വിയുക്ത സംസ്കാരത്തിന്റെ ഒഴിവും നിരോധ സംസ്കാരത്തിന്റെ പ്രകടത്വമായ അന്ധകരണത്തിന്റെ ഏകാഗ്ര രൂപ പരിണാമത്തെ സമാധി എന്ന് പറയുന്നു. നിയുക്ത സ്വഭാവം എന്ന് പറയുന്ന ഈ ലൗകികമായിരിക്കുന്ന രൂപത്തിൽ വാസനാഗതമായ ഒരു സംസ്കാരമുണ്ട്, അതിന്റെ ഒഴിവ്, അതിനെ ഒഴിഞ്ഞ നിലയും. അതുപോലെ നിരോധ സംസ്കാരത്തിന്റെ പ്രകടത്വമായ അന്ധകരണത്തിന്റെ ഏകാഗ്രതാരൂപ പരിണാമം, ഇതിനെയാണ് സമാധി എന്ന് പറയുന്നത്. ആ സമാധി തന്നെ എല്ലാവർക്കും പല രൂപത്തിൽ വരുന്നത് കാണാം. അതിൽ പറയണു, ഈ സമാധിയും സവികല്പ സമാധിയെന്നും നിർവികല്പ സമാധിയെന്നും രണ്ടുപേരും. സവികല്പ സമാധി എന്ന് പറഞ്ഞാൽ ഇത് പഴകുന്നതാണ്, ഇത് സാധനം എന്ന് പറയും. മറ്റേ നിർവികല്പ സമാധി എന്നുള്ളത് അതിന്റെ ഫലം, ഇത് സാധ്യം, സാധകം സാധ്യം. അപ്പൊ പഴകുന്ന എങ്ങനെയാണ്? സവികല്പ സമാധി പഴകും. അതെങ്ങനെയാണ്? നമ്മൾ ഈ പറഞ്ഞ വിധത്തിൽ ഈ നിരോധ സംസ്കാരം, അതായത് വിയക്ത സംസ്കാരത്തിന്റെ ഒഴിവും നിരോധ സംസ്കാരത്തിന്റെ പ്രകടത്വമായ അന്ധകരണത്തിന്റെ ഏകാഗ്രത പരിണാമം, ഇതൊരു ഏകാഗ്രത പരിണാമം കൂടെയാണ്. ഈ രൂപത്തിൽ നമ്മൾ ശീലിക്കുന്നതിനെയാണ് സവികല്പ സമാധി പഴകുക എന്ന് പറയുന്നത്. ശബ്ദസ്പർശ രൂരസ ഗന്ധങ്ങളെ വെടിഞ്ഞ് മനസ്സ് ഏകാഗ്രമാവുന്നതാണ്. പക്ഷെ ഏകാഗ്രമാവുന്ന മനസ്സിപ്പോഴും ഉറങ്ങിപ്പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ധ്യാനം കൂടെ അതിൽ വരാൻ പറയുന്നത്. അങ്ങനെ പരിശീലിക്കുമ്പോൾ അത് സവികല്പമായി. ആ സവികല്പം അത് പറയില്ല, സാധനമാണ്. കുറച്ചു കാലം അങ്ങനെ പഴകുമ്പോൾ അതിൻ്റെ സാധ്യം, അതിൻ്റെ ശരിക്കുള്ള നിർവികല്പ സമാധിയിൽ പ്രത്യക്ഷപ്പെടും. സവികല്പ സമാധി പഴകണം, നിർവികല്പ സമാധിയിൽ സംഭവിക്കും. അതുകൊണ്ട് സമാധി പഴകി കഴിയുന്നവരെയാണ് നമ്മൾ പറയുന്ന ബ്രഹ്മനിഷ്ഠന്മാരെന്ന്. വേറെ കാര്യമല്ല അവർ. പക്ഷെ അതിന് അവർക്ക് സഹായകമാണ് ശുദ്ധി. ശുദ്ധി അവർക്ക് സഹായകമാണ്. ഇത് ശുദ്ധി തന്നെ വേണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ പൂർവ്വജന്മ സംസ്കാരം കാണും, ഇതിൽ പഴകിയ ഒരു സംസ്കാരം. അവർക്കൊന്നിൻ്റെ ആവശ്യം പോലും ഇല്ല.
അവരങ്ങനെ ഇരിക്കും. പ്രാരബ്ധ ശരീരം തീരുന്നവരങ്ങനെ ഇരുന്നേ പറ്റും. എന്തോ ഒരു കാര്യം പ്രാരബ്ധമായിട്ടിരിക്കുകയാണ്. അതുകൂടെ കഴിയുമ്പോൾ പരിപൂർണമായ വിദേഹമുക്തി എന്നുള്ള പദവി ഇതിൽ വന്നു ചേരും. ഇതൊക്കെയാണ് ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് തന്നെ ശബ്ദാനുവിത്വം, ശബ്ദാനനുവിത്വം, ഇത് സ്വാമി പറഞ്ഞേക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഒരാൾ സമാധിയിൽ ഇരിക്കുകയാണെന്നിരിക്കുക, അതിൽ ശബ്ദാനുവിത്വമാണോ ശബ്ദാനനുവിത്വമാണോന്ന് അറിയാൻ പറ്റും. എങ്ങനെയാ അവരടുത്ത് നിന്ന് ശ്രദ്ധിക്കാൻ പറയും. അവരടുത്ത് നിന്ന് അവര് പ്രാണനുമില്ല ഇരിക്കുകയാണ്, തത്വപോലെ ഇരിക്കുകയാണ്. അവരടുത്ത് പോയി ശ്രദ്ധിക്കുകയാണെങ്കിൽ അഹം ബ്രഹ്മം അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഇതിൽ ധ്വനി ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ശബ്ദാനുവിത്വമാണ്. ശബ്ദത്തോടു കൂടിയിരിക്കുന്ന സമാധി. ഇതില്ലാതിരിക്കും ശബ്ദാനുവിത്വം. ഒരനക്കവും ഇല്ലായിരിക്കും, ശബ്ദ പോലെ ഇരിക്കും. ചെറിയ പാടാണ്, ചെറിയ പാടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള നിലയ്ക്കാണ് 3 ദിവസം വരെ കഴിഞ്ഞ് സമാധി ഇരുത്തവും പറഞ്ഞ് രഹസ്യം. കാര്യം ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഉണരുമെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇങ്ങനെ ഇരിക്കും ചിലരൊക്കെ. വലിയ സമാധിയൊന്നും ഇല്ലെങ്കിൽ തന്നെ സ്വാമി ഗുരുദേവൻ ഒരാളെ ഉണർത്തിയ സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം നടന്നു പോണ വഴിയിൽ ആരോ പറഞ്ഞു, സ്വാമി ഇവിടെ ഒരു സിദ്ധൻ ഇരിക്കുകയാണ്, അയാൾ ജലപാനമില്ലാതെ എത്രയോ കാലമായിട്ടിരിക്കുന്നു. സ്വാമി കയറി കണ്ടില്ലേ, കയറി അങ്ങോട്ട് ചെന്നു. കാര്യം അങ്ങനെ ഒരു സിദ്ധി ഇതിലുണ്ട്. സ്വാമി ചെന്ന് നോക്കി ഉടനെ മനസ്സിലായി. ഉറക്കം തന്നെ നല്ല ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് സമാധി പോലെ തന്നെ. സ്വാമി ചെന്ന് കുലുക്കി നടുവില് മുതുവില് ഈ കാൽ മുട്ട് കയറ്റി ഒന്ന് ഇങ്ങനെ വളച്ചെന്നാ പറഞ്ഞത്. അതോടുകൂടി ചാടി എഴുതി. എന്താണ് ഇങ്ങനെയുണ്ട്, ഒന്നും അറിയുന്നില്ല സ്വാമി. അങ്ങനെയാണ് സ്വാമി വിളിച്ചെടുത്തോണ്ട് പോയി. അദ്ദേഹത്തിന്റെ വലിയൊരു ശിഷ്യനായി മാറി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തിനാണ് ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ അനുഭൂതി രൂപത്തിൽ ഈ സമാധിയിലുണ്ട്. ഒരു ആശ്രമത്തിലൂടെ ഇതിൽ വരാവൂന്ന് പറഞ്ഞതിന്റെ രഹസ്യം ഇതാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ ഇതിൽ നടക്കുമ്പോൾ ടൊപ്പം ഇതിന് അറിവുള്ളവരുടെ ഇടയിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ എടുത്ത് ചിലപ്പം തീർത്തിച്ച് കളയും. അത് വലിയ പാപമായിട്ടും വരും. നമുക്ക് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശബ്ദാനുവിത്വം, ശബ്ദാനനുവിത്വം ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാവുന്ന തിരുമേശൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ആരൂഢജ്ഞാനിക്ക് മനന നിധ്യാസനങ്ങൾ കർത്തവ്യമല്ല. ആരൂഢെന്ന് വെച്ചാൽ അപരോക്ഷ ജ്ഞാനികൾ. അവർക്ക് ശ്രവണോ മനനോ നിധ്യാസനോ ഒന്നും കർത്തവ്യമല്ല. അവർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വേദത്തിന്റെ ആജ്ഞ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് ജന്മമരണ രൂപ സംസ്കാരം ഉണ്ടാകുമെന്നുള്ള ബുദ്ധിയോടുകൂടി ചെയ്യുന്ന ക്രിയയാണെങ്കിൽ അത് കർത്തവ്യ ബുദ്ധി എന്ന് പറയും. ആളുകളെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ ജനിച്ചിരിക്കുകയാണ്, അവിടെ എനിക്ക് മരിക്കേണ്ടി വരും, മരിക്കേണ്ടി വന്നാൽ ഇനി ജനിക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ഇരിക്കുകയാണ്. അതിൽ നിന്നൊരു മോക്ഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ അത് കർത്തവ്യ ബുദ്ധി എന്നാണ് എൻ്റെ പേര്. യഥാർത്ഥത്തിൽ വേദം എന്താണ് പറയുന്നത്? നീ ജനിച്ചിട്ടേ ഇല്ലെന്നാണ്. അങ്ങനെ ജനിക്കാത്ത നിനക്ക് എങ്ങനെ മരണം? അങ്ങനെ മരിച്ചതിന് ശേഷം പിന്നെ എങ്ങനെ നിനക്ക് ജനനം എന്നൊക്കെ ചോദിച്ചു വരും. കാര്യം ഇതാണ് അജാതം. വാസ്തവത്തിൽ അങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മളെല്ലാം. പക്ഷെ സ്വപ്നത്തിൽ നമ്മൾ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നുള്ള രൂപത്തിൽ മയങ്ങി അങ്ങനെ ഇരിക്കും പോലെ ഇരിക്കുന്ന ഒരു നിലയാണ് ഇപ്പോഴും ഉള്ളത്. അതാണ് സ്വപ്ന സന്ദീപം എന്ന് പറയുന്നത്. വേദത്തിന് പറയാൻ ഒന്നേ ഉള്ളൂ, ഇത് കേവല സ്വപ്നമാണ്. ഇത് ദീർഘസ്വപ്നത്തിൽ, ജാഗ്രാവസ്ഥ എന്ന് വെച്ചാൽ ദീർഘസ്വപ്നത്തിലിരിക്കുന്നു. മറ്റേ സ്വപ്നാവസ്ഥ എന്ന് വെച്ചാൽ ഹ്രസ്വ സ്വപ്നമാണ്. ഓരോ ദിവസവും കണ്ടിട്ട് അഴിഞ്ഞു വരുന്നുണ്ട്. ഇതഴിയില്ല. ഇതഴിയണമെങ്കിൽ ആ മരണത്തിലേക്ക് പോകണം. മരിക്കുന്നവർക്ക് ഇത് അഴിയണം. അപ്പോഴാണ് അവരറിയോ കഷ്ടമായി, ഞാൻ ചെയ്യേണ്ട ഒരു വക ചെയ്തില്ല, അവിടെ കിടന്ന് പരിതപിക്കും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഒന്നും ചെയ്തില്ല, പണമൊക്കെ ഉണ്ടാക്കി കൂട്ടിയ ഒന്നും ചെയ്തില്ല, ഒരു പ്രയോജനവുമില്ല. എന്താ അവിടെ അപ്പോൾ അടുത്തൊരു ആശ്രമം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് തിരിഞ്ഞു പോരുന്നു.
ഒരു 100 ഗ്രാമിന്റെ എണ്ണ പോലും മാറ്റി കൊടുക്കില്ല, വിളക്കൊന്നും കത്തി. പറയുന്നത് അപ്പോഴുള്ള കുണ്ഠിതങ്ങളെ പറയുന്നത് കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഇടൊക്കെയല്ലേ, ഒരു വക ചെയ്യാൻ സാധിച്ചില്ല. ഇതെല്ലാം കൂടെ ഒരു 1000 തിരള് ഇങ്ങനെ ദേഹത്ത് കുത്തി കണക്കുള്ള വേദനകളുണ്ടാണ്. ഇതാണ് മരിച്ചു പോകുമെന്ന് പറയുന്നത് ഇത്ര ഘോരമാണ്. അങ്ങനെ സമ്പൂർണ്ണ ജ്ഞാനി ആത്മാവിനെ അസംഗമായി അറിഞ്ഞിരിക്കുന്നുവെങ്കിലും ദേഹത്തിന്റെ ഭോജനാദി വ്യവഹാരങ്ങളെയും ജനക മഹാരാജാവിനെ പോലെ അധിക രാജ്യ പരിപാലന വ്യവഹാരങ്ങളെയും ചെയ്യും. കാരണം ഇവരെല്ലാം ചെയ്യും. കാരണം ജ്ഞാനി എന്ന് പറഞ്ഞ എല്ലാം ഒഴിഞ്ഞെന്നല്ല അർത്ഥം, ഇതെല്ലാം അവർ ചെയ്യും. ജനക മഹാരാജാവ് ഒരു ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ട് തന്നെ ജ്ഞാനപഥത്തിൽ ഇരുന്നു എന്നുള്ളത് എല്ലാം ചെയ്തു. രാജ്യപാലനാദി വ്യവഹാരങ്ങളെയും ചെയ്യും. ആ വ്യവഹാരത്തിന് ജ്ഞാനം വിരോധിയല്ല. എന്തെന്നാൽ ആ ആത്മാവിൽ വ്യവഹാരം തോന്നുമെങ്കിൽ വ്യവഹാരത്തിന് വിരോധി ജ്ഞാനമാകുന്നു. അതുപോലെ ജ്ഞാനത്തിന് വിരോധി വ്യവഹാരവും. അങ്ങനെ തോന്നാതെ സമ്പൂർണ്ണ വ്യവഹാരങ്ങളും ദേഹാദികളിൽ ആശ്രയിച്ചിരിക്കുന്നു എന്നും ആത്മാവിൽ വ്യവഹാരത്തോടു കൂടിയ ദേഹാദികളുടെ സംബന്ധമില്ല എന്നും. ഇതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. വ്യവഹാരമെല്ലാം ദേഹാദികളിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ദേഹാദികൾ ആത്മാവുമായിട്ട് ഒരു സംബന്ധവും ഇല്ലാതാണ്. ഇതാണ് തിരിച്ചറിയുക. ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത് ഈ ദേഹാദികൾ ആത്മാവിൽ സംബന്ധിച്ചിട്ടില്ല, ഈ ബന്ധം ഇതിലുണ്ടായിട്ടില്ല. മുക്തമായിട്ട് തന്നെയാണ് ആത്മാവ് എപ്പോഴും ഇരിക്കുന്നത്. ഇനി അജ്ഞാനിയായിരുന്ന കാലത്തും അത് മുക്തമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അതിന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നില്ലാത്തത് കൊണ്ട് അറിയുന്നില്ല. ഇതിന് ജ്ഞാനി എന്ന് പറഞ്ഞ ആരാണ്? ഇതിനെ വ്യക്തമായി തിരിച്ചറിഞ്ഞവരെയാണ് ജ്ഞാനി. ആത്മാവിൽ ദേഹാദികളുടെ സംബന്ധമില്ല. എന്റെ ദേഹമെന്ന് തോന്നിയാലേ പക്കൂട്ടനെ എനിക്ക് കാണാൻ വെക്കുള്ളൂ, അല്ലെ കാണാൻ വെക്കില്ല. കാര്യം ആ ദേഹത്തെ കാണാൻ വെക്കുള്ളൂ, അല്ലെങ്കിൽ പുള്ളിയെ കാണാൻ വെക്കുള്ളൂ. ഞാൻ ഈ ദേഹമാണെന്ന് അറിയുമ്പോഴാണ് അന്യദേഹങ്ങളെ ഞാൻ അറിയുന്നത്. ഞാൻ എന്റെ ദേഹമാണെന്ന് അറിഞ്ഞില്ലെങ്കിലും എങ്ങനെ ഇരിക്കും? അന്യമായിട്ടൊന്നുമില്ല. അപ്പൊ എല്ലാം നമ്മളുടെ ദൃഷ്ടി ദോഷങ്ങളാണ്. ജ്ഞാനമില്ലാത്താണ് ഇതിന് കാരണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവായിട്ട് താൻ ഇരിക്കുന്നു എന്നുള്ള അനുഭവം, പരമാനന്ദമായിട്ടിരിക്കുന്ന അനുഭവം. അങ്ങനെയാണെങ്കിൽ സർവത്ര എല്ലാം ആ പരമാനന്ദ സ്വരൂപമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ദൃഷ്ടിം ജ്ഞാനമയം കൃത്വ വശിയെ ബ്രഹ്മമയം ജഗത്. എങ്ങനെയാണ് ദൃഷ്ടി ജ്ഞാനമയമായി വരുന്നത്? അപ്പോഴും ഈ ജഗത്ത് ബ്രഹ്മമയമായി അനുഭവിക്കാം. അതുവരെ എങ്ങനെ ഇരിക്കും? നാനാത്വമായിട്ട് വലുതൊന്ന് ചേർത്ത് പൊള്ളൂല ഇങ്ങനെ തുടങ്ങിയ വ്യവഹാരം ദ്വന്ദ്ങ്ങളെ ഉണ്ടാക്കി വ്യവഹാരത്തെ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കും. അതിൽ എപ്പോഴും ഈ സുഖിച്ചും ദുഃഖിച്ചും ജീവൻ ദുഃഖിച്ചും ഇങ്ങനെ കഴിഞ്ഞു പോകാം. തന്റെ യഥാർത്ഥ സ്വരൂപം അറിയുന്നത് വരെ. യഥാർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എങ്ങനെ പോകും? സൂര്യൻ ഉദിച്ചാൽ അന്ധകാരം നീങ്ങി ആ പിശാചികൾ അകലുന്ന പോലെയാണിത്. ഇരുട്ടത്താണ് ഓരോ ഭാവനയിൽ അത് ഇതൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സൂര്യോദയം, ഇതാണ് ജ്ഞാനം. ആ സൂര്യോദയത്തിൽ ഇതെല്ലാം ഇല്ലാതായി പോകുന്ന ഒരു അനുഭവത്തിലാണ് ഞാനിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെ 33-ാമത്തെ പദ്യം സ്വാമി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് പറയാണ് ലാസ്റ്റില്, ഉரிய ധ്യാനവും വ്യവഹാരങ്ങളും ഉള്ളത്തൊഴിലല്ലോ. ധ്യാനമെന്നും വ്യവഹാരങ്ങളെന്നൊക്കെ പറയുന്ന എല്ലാം മാനസികം തന്നെയാണ്. അപ്പൊ അതില് വ്യവഹാരത്തിന് ഒരു ന്യൂനതയും ധ്യാനത്തിന് ഒരു മേന്മതയും ഇപ്പൊ നീ പറയുന്നില്ലേ? അതെല്ലാം കേവലം മൗഢ്യമാണ്, എല്ലാം മാനസികമാണ്. ഇത് മനസ്സിലാക്കണം. ഇത് കുറച്ച് ഉയർന്ന കാര്യമാണ് പറഞ്ഞു കേട്ടോ. യഥാർത്ഥത്തിൽ ഇതില് ആത്മാവ് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്നതെന്ന് അറിയുന്നതാണ് മുക്തി എന്ന് പറയുന്നത്. താൻ ഇതുമായിട്ട് യാതൊരു സംബന്ധമില്ല, ഈ ദേഹാദികളിൽ സംബന്ധമില്ലാത്ത ആ അഖണ്ഡ ബോധത്തെയാണ് നമ്മളിവിടെ വേർതിരിച്ച് താനായിട്ട് കാണുന്നത്. മറ്റതെങ്ങനെ ഇരിക്കുക? ചിതാഭാസം ഇതിങ്ങനെ വ്യവഹരിച്ചുകൊണ്ടിരിക്കും, ത്രിപുടി രൂപത്തിൽ വ്യവഹരിച്ചുകൊണ്ടിരിക്കും. കാണുന്നവനായിട്ട് കാഴ്ചയായിട്ടും അറിവായിട്ടും നിന്നുകൊണ്ട് ഒരു നാടകം ഇതിൽ നടക്കുന്നതിന് താൻ സാക്ഷിയാണെന്ന് അറിയുന്നതിനെയാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങി
ത്രിപുടി മുടിഞ്ഞു ഒലിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുകയിലെന്ന് ഉപനിഷദോക്തി രഹസ്യമോക്തി ഗുരുദേവൻ പാടിയത്. ഇതിനാണ് വലിയ അർത്ഥം. ത്രിഭുവന സീമ കടന്നു. ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്ന് അവസ്ഥകളിൽ ഈ ത്രിപുടി ഇരിക്കുകയാണ്. ജാഗ്രതയിലുള്ള സ്ഥൂല ത്രിപുടി, സ്വപ്നത്തിലുള്ള സൂക്ഷ്മ ത്രിപുടി, കാരണത്തിനും അതിസൂക്ഷ്മമായ ത്രിപുടി ഇരിക്കുകയാണ്. അവർ പറയുന്നു സുഷുപ്തിയിലും ഈ ത്രിപുടി ഇരിക്കുകയാണ്. ഈ മൂന്ന് ത്രിപുടി ഒഴിഞ്ഞിട്ട് പൊലിഞ്ഞ് വിളങ്ങിടുന്ന ദീപം, ഈ ത്രിപുടി രഹിതമായിട്ട് നിൽക്കുന്ന ആ ദീപം, അതാണ് നിർവേൽക്കുന്ന സമാധി. ആർക്ക് കിട്ടില്ല, അവിടെ എതിക്കു കരസ്ഥമാകുകയില്ല. സ്വാമി ഇതിനെ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. കപട എതി ആരെന്നറിയാമോ? മനസ്സൊന്ന്, വാക്കൊന്ന്, പ്രവൃത്തി. മനസ്സിൽ ഒന്ന് ചിന്തിക്കും, വേറൊന്ന് പറയും, വേറൊന്ന് പ്രവർത്തിക്കും. മൂന്നും തങ്ങളിൽ ഒരു ബന്ധവും കാണുകയില്ല. ഇതിനെയാണ് പറയുന്നത് കപടയതി. കപടയതി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ദോഷമല്ല പറയുന്നത്. പക്ഷെ അവർക്ക് എന്ത് പറ്റും? ത്രിപുടി മുടിഞ്ഞു പൊലിഞ്ഞിടുന്ന ദീപം ഇങ്ങനെ കാണാൻ പറ്റില്ല. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് കാണണമെങ്കിൽ എന്ത് വേണം? ഈ അന്ധകരണ ശുദ്ധി അത്രയ്ക്ക് ഉണ്ടാവണം. ഈ പറയുന്ന രൂപത്തിൽ മനസ്സിൽ ചിന്തിക്കുന്ന, അത് സ്വാമി അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത് ഞാൻ പറഞ്ഞത്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എടാ മനസ്സിൽ വരുന്നത് തന്നെ പറയണം, അത് തന്നെ പ്രവർത്തിക്കുകയും വേണം എന്ന് സ്വാമി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പലപ്പോഴും മനസ്സിൽ വരുന്നത് പറയാൻ പറ്റില്ലല്ലോ. മനസ്സിൽ വരുന്ന ഒരാളെ കണ്ടുമ്പോൾ നിങ്ങൾ അടിക്കണമെന്നാണ് സപ്പോസ്. ചുമ്മാ ഒരു ഉദാഹരണത്തിൽ സ്വാമി പറഞ്ഞു. അപ്പോൾ അവരോട് പറയേണ്ടത് എങ്ങനെയാണ്? നിന്നെ കണ്ടപ്പോൾ എനിക്ക് അടിക്കാനാണല്ലോ തോന്നുന്നതെന്ന് പറയുന്നതിന് പകരം, നിന്നെ കണ്ടതിൽ അത്രയും സന്തോഷം, എന്നാലും ഞാൻ എത്രയും കാലമായി കൊതിക്കുന്നു നിന്നെ കാണാനൊക്കെ പറയുന്നത്. അതാണ് വിപരീതമായി പറഞ്ഞില്ലേ? അതായത് മനസ്സിലൊന്ന്, വാക്കിലൊന്ന്, ഈ പ്രവൃത്തി ഇതുകൊണ്ട് ഒരു ബന്ധമില്ലാത്തതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും സംശയം വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ സ്വാമി മനസ്സിൽ തോന്നുന്നതൊക്കെ വെളിയിൽ പറയാൻ പറ്റും? അതുപോലെ സ്വാമി പറയണ്ട, മനസ്സിൽ തോന്നുന്നില്ല വെളിയിൽ പറയണ്ട. പക്ഷേ മനസ്സിൽ തോന്നിയത് വിപരീതമായി പറയരുത് എന്നാണ് പറഞ്ഞത്. മനസ്സിൽ തോന്നിയത് തന്നെ പറയണമെങ്കിൽ പറയാൻ പറ്റാത്താണെങ്കിൽ പറയണ്ട, പക്ഷെ വിപരീതമായി പറയരുത്. ഇത് ഈ പറയുന്ന ത്രിപുടി രൂപത്തിനെ ശക്തിപ്പെടുത്തുന്നതാണ്. മനസ്സാ വാച കർമ്മണം ശുദ്ധമായാൽ, അതെ, മനസ്സോ വാക്ക് പ്രവൃത്തി യോജിച്ചാൽ ആ അനുഭവം അപ്പോഴുണ്ടാവും പറയാൻ കേട്ടിട്ടില്ല. അപ്പോഴും ഫലം, തക്ഷണ ഫലം. ഇതൊക്കെ ചില ആപ്തവാക്യങ്ങളെല്ലാം ചിന്മയാനന്ദ സ്വാമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രവർത്തിക്കണം ഇങ്ങനെ നമ്മൾ ശീലിച്ചാൽ പോലും അവർ പറയുന്നു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വന്നിട്ട് ജ്ഞാനത്തിലേക്ക് വരാം. ഇതൊക്കെ പലതുകൊണ്ട് നമുക്കൊക്കെ എത്ര സാധിക്കുന്നു അത്രയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ ചെയ്തു. അല്ലേ, മഹത്തുക്കൾ പറഞ്ഞതെല്ലാം പൂർണ്ണമായി കേൾക്കണമെങ്കിലേ അതിന് ശക്തിയുള്ളവർ ലോകത്താരും ഉണ്ടായിട്ടില്ല. അങ്ങനെ പതുക്കെ ഇതെല്ലാം മനസ്സിലാക്കി വിവേകത്തോടുകൂടി നിന്ന് ഈ വൈതരണി കിടക്കണം. ഇത് ഭയങ്കരമായ ഒരു വൈതരണിയാണ്. രക്ഷപ്പെടാനൊരു അവസരം നമുക്ക് കിട്ടി. ഗുരുദേവന്റെ പാതയിൽ വന്നു. നമുക്ക് ദാറ്റ്സ് എ ചാൻസ്. ഇതിനെ പൂർണ്ണമായി ആരുപയോഗിക്കുന്നു അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോഴും നമ്മളിരുന്ന് പറയുന്ന ഒരു ഭാവനയാണ്. ഇത് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്ന സത്യമാണ്, പരമസത്യം. നമ്മളെ സംബന്ധിച്ച് അത് ഇപ്പോഴും ഭാവനയാണ്. എന്തൊരു നല്ലതാവും, എന്തൊരു വലുതാവും എന്നൊക്കെ നമുക്കത് വ്യക്തമായിട്ട് ഇല്ല. പക്ഷെ മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നത് ഒരു വൈതരണിയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം രൂപത്തിൽ മനസ്സോ വാച കർമ്മണം ശുദ്ധിയാക്കിക്കൊണ്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ട് പോയാൽ മതി. ഈ ലോകത്ത് ജീവിക്കണം, ഡിപ്ലോമസി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പറ്റുമോ? ഒരു മേലധികാരിയോടുള്ള സ്നേഹം വേണമെങ്കിൽ എന്ത് പറയണം? വിരുദ്ധമായി പറഞ്ഞേ പറ്റൂ. അവരോട് ചിലപ്പോൾ കൊല്ലണ ദേഷ്യമായിരിക്കില്ല. സാറിന് വിളിച്ച് അടുത്ത് നിന്നേ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഇത് പറ്റൂല ശ്രീനി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പ്രാക്ടിക്കൽ ജീവിതത്തിലേക്കുള്ള കാര്യമല്ല പറയുന്നത്. എന്നാൽ ഇത് ജീവന്റെ ഊർധഗതിക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായിക്കോ? വയ്യതേന്നുള്ള നിന്നനന്ത ജന്മങ്ങളാണ്ട് വയ്യനെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി.
ഉയവേ മുക്തി നൽകുന്നവിക്കോറുതവിനായേ ചെയ്യുമാറും കാണേ തിരുവടി പോറ്റി പോറ്റി.